Good afternoon. ഇവിടെ സ്ക്രീൻ ഒന്ന് സ്റ്റക്ക് ആയി പോയതാണ് കേട്ടോ. അതാണ് ഒരു 2 മിനിറ്റ് ലാഗ് തന്നെ. ഓക്കെ അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഫാർമസിയില് സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സ് ആ ഒരു സെക്ഷൻ ആയിരുന്നു നോക്കിയല്ലേ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചു അല്ലെ. ഫാർമസിയിലെ മരുന്നുകളിൽ സ്റ്റോർ ചെയ്യുന്നത് സ്റ്റോറേജ് എങ്ങനെയാ. എല്ലാ മരുന്നുകളും ഒരേ ടൈപ്പ് അല്ല, അതിന് നമ്മൾ പല കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ജനറൽ ഡ്രഗ്സുകൾ ഉണ്ട്, നാർക്കോട്ടിക് ഡ്രഗ്സുകൾ ഉണ്ട്, കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ്, ഇൻഫ്ലേമബിൾ ഡ്രഗ്സ്. ഇപ്പൊ എല്ലാം ഒരേ രീതിയിലല്ല നമ്മൾ കീപ്പ് ചെയ്യുന്നത്. അതിന്റെ ഓരോന്നനുസരിച്ച് നമ്മൾ പ്രത്യേകം സെക്ഷനുകളായിട്ടാണ് ഈ മെഡിസിൻസ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സില് നമുക്ക് ഫസ്റ്റ് വരുന്നത് ജനറൽ ഡ്രഗ്സ് ആണ്. ജനറൽ ഡ്രഗ്സ് ഓർ ജനറൽ മെഡിസിൻ. അപ്പോ അതിനകത്ത് കുറച്ച് പോയിന്റ്സുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, general drugs should be organized alphabetically in the cabinet. അപ്പൊ ഡ്രഗ്സ് എപ്പോഴും നമ്മൾ എങ്ങനെ വെക്കണം, മരുന്നുകൾ എങ്ങനെ വെക്കണ്ടേ? ആൽഫബറ്റിക്കലി, ആൽഫബറ്റിക് ഓർഡറിൽ നമ്മൾ മരുന്നുകൾ അറേഞ്ച് ചെയ്യണം ആ ക്യാബിനറ്റ്സിൽ. അപ്പൊ നമുക്ക് എളുപ്പമുണ്ടല്ലേ എടുക്കാനായിട്ട്. അപ്പൊ നമുക്ക് ഏത് മെഡിസിൻ ആണ് വേണ്ടേ, അപ്പൊ അതിന്റെ ഫസ്റ്റ് ലെറ്റർ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ട് ആ ഒരു ക്യാബിനിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് എടുക്കാൻ പറ്റും. അപ്പൊ ഫസ്റ്റ് ജനറൽ ഡ്രഗ്സ് സ്റ്റോർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ ഡ്രഗ്സ് നമുക്ക് അത് ആൽഫബറ്റിക്കലി ആണ്, ആൽഫബറ്റിക് ഓർഡറിലാണ് ക്യാബിനറ്റ്സിൽ സ്റ്റോർ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? നമുക്ക് പെട്ടെന്ന് ഏത് ലെറ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന മെഡിസിൻ ആണ് എടുക്കണമെങ്കിൽ ആ ക്യാബിനറ്റ്സിലേക്ക് നമുക്ക് പോയാൽ മതി അല്ലെ. ആ ഒരു സെക്ഷനിൽ പെട്ടെന്ന് നമുക്ക് കളക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സെക്കൻഡ് വൺ, വിൻ കാർഡ് ഡിപ്പീറ്റിംഗ് സ്റ്റോക്ക് പൊസിഷൻ. വിൻ കാർഡ് ഡിപ്പീറ്റിംഗ് സ്റ്റോക്ക് പൊസിഷൻ. അവിടെ വിൻ കാർഡ് നമ്മൾ പറഞ്ഞില്ലേ, സ്റ്റോക്ക് ലെവൽ അറിയാവുന്നതിന് വേണ്ടിയിട്ട് ഉള്ള റെക്കോർഡാണ് വിൻ കാർഡ്. അപ്പൊ വിൻ കാർഡ് അതായത് സ്റ്റോക്ക് പൊസിഷൻ കാണിക്കുന്ന വിൻ കാർഡുകൾ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ആ വിൻ കാർഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്യാം അല്ലെ, ആ ഒരു മരുന്നുകൾ അവിടെ സ്റ്റോക്ക് ഉണ്ടോ, എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ ആ റെക്കോർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. വിൻ കാർഡ് ഡിപ്പീറ്റിംഗ് സ്റ്റോക്ക് പൊസിഷൻ കാണിക്കുന്ന വിൻ കാർഡുകൾ. ഷോർട്ട് എക്സ്പയറി ടു ബി അറേഞ്ച്ഡ് ഇൻ ഫ്രണ്ട് ആൻഡ് ലോങ് എക്സ്പയറി അറ്റ് ദ ബാക്ക്. ഇനി മെഡിസിൻസ് വെക്കുമ്പോ എങ്ങനെയാ? ഷോർട്ട് എക്സ്പയറി, അതായത് എക്സ്പയറി ഡേറ്റ് കുറഞ്ഞ മരുന്നുകൾ എവിടെ വെക്കണം? ഫ്രണ്ടിൽ വെക്കണം. ഇനി കുറെ നാള് എക്സ്പയറി ഡേറ്റ് കൂടുതലുള്ള മരുന്നുകൾ ബാക്കിൽ വെക്കണം. അപ്പോഴല്ലേ നമുക്ക് ആ ഫ്രണ്ടിലല്ലേ നമ്മൾ മരുന്നുകൾ എടുക്കുന്നത്. അപ്പൊ എക്സ്പയറി കുറഞ്ഞത് ആദ്യം നമ്മൾ വിറ്റ് പോയില്ലെങ്കിൽ, അല്ലെങ്കിൽ ആദ്യം എടുത്തില്ലെങ്കിൽ നമുക്ക് അവസാനം ലോങ് എക്സ്പയറി ഇല്ല, അപ്പൊ അത് കുറച്ചാളും കൂടി ഉപയോഗിക്കാം അല്ലേ. അല്ലെങ്കിൽ നമ്മൾ ലോങ് എക്സ്പയറി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഷോർട്ട് എക്സ്പയറി ആണ് ബാക്കിലിരിക്കുന്നത്. അപ്പത്തേക്ക് ചിലപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റാ, അതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും, പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ലാതെ വരാം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മരുന്നുകൾ അറേഞ്ച് ചെയ്യുമ്പോ എങ്ങനെയാ? എക്സ്പയറി ഡേറ്റ് കുറഞ്ഞത് ഫ്രണ്ടിലും എക്സ്പയറി ഡേറ്റ് കൂടുതൽ ഉള്ളത് ബാക്കിലും അറേഞ്ച് ചെയ്യണം. നെക്സ്റ്റ് വൺ, FIFO, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രൊസീജിയർ ടു ബി ഫോളോഡ്. അങ്ങനെ അണ്ടർലൈൻ ചെയ്തത് അത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. FIFO ഡാഷ് പ്രൊസീജിയർ ഫോളോഡ് ഇൻ ഹാൻഡിലിംഗ് ജനറൽ ഡ്രഗ്സ്. ജനറൽ ഡ്രഗ്സ് കൈകാര്യം ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രൊസീജിയർ ഏതാണ്? FIFO. FIFO എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. നമ്മൾ CSSD പഠിച്ചില്ലേ FIFO, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. FIFO പ്രൊസീജിയർ ടു ബി ഫോളോഡ്. എന്താ FIFO എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഇപ്പൊ ഇവിടെ മെഡിസിനില് ജനറൽ ഡ്രഗ്സിന്റെ കാര്യത്തില് നമ്മൾ FIFO പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യണം. എന്താ? ആദ്യം വാങ്ങിച്ചത് അല്ലെങ്കിൽ ആദ്യം ഉൽപ്പാദിപ്പിച്ച മരുന്നുകൾ ആ മെഡിസിൻസ് ആദ്യം തന്നെ വിൽക്കണം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ അത് ഉപയോഗിക്കണം. ആദ്യം പ്രൊഡ്യൂസ് ചെയ്തത് ആദ്യം കൊടുക്കണം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ആദ്യം പ്രൊഡ്യൂസ് ചെയ്തത് ആദ്യം തന്നെ അത് ഉപയോഗിക്കണം, അല്ലെങ്കിൽ പിന്നെ കുറെ നാൾ ഇരുന്ന് കഴിഞ്ഞാൽ അതിന്റെ എക്സ്പയറി ചെയ്യുമ്പോൾ കഴിഞ്ഞു പോകാം. ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആദ്യം ഉൽപ്പാദിപ്പിച്ച മരുന്നുകൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. നെക്സ്റ്റ് ആ FIFO എന്നുള്ളതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. FIFO പ്രൊസീജിയർ ടു ബി ഫോളോഡ്. നെക്സ്റ്റ് പോയിന്റിൽ എന്താ? The drug should be used before the date of expiry.
ഡ്രഗ്സ് മരുന്നുകളെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം? യൂസ്ഡ് ബിഫോർ ദ ഡേറ്റ് ഓഫ് എക്സ്പയറി. ആ എക്സ്പയറി ഡേറ്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ മരുന്നുകൾ ഉപയോഗിക്കണം. എക്സ്പയറി കഴിഞ്ഞ മരുന്നുകൾ ഉപയോഗിക്കാൻ പറ്റുമോ നമുക്ക്? മെഡിസിൻസ് മാത്രമല്ല, നമ്മൾ എന്തൊരു സാധനം വാങ്ങാൻ പോവാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നോക്കും അല്ലെ, അതിന്റെ എക്സ്പയറി ഡേറ്റ് എന്താണ്, എത്ര വരെ ഉണ്ടെന്നുള്ളതാ നമ്മൾ നോക്കാറില്ലേ? ഇല്ലേ? നിങ്ങളൊക്കെ നോക്കാറില്ലേ? എക്സ്പയറി ആ ഡേറ്റ് വരെയാണ് അത് നല്ല ക്വാളിറ്റി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, നമ്മളാണെങ്കിലും കടയിൽ നിന്ന് ബേക്കറി സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ അത് ചെക്ക് ചെയ്യാറുണ്ട്. ജസ്റ്റ് ഒന്ന് മറച്ചു നോക്കാം എക്സ്പയറി എത്ര വരേക്കും അത് ഉപയോഗിക്കാം എന്നുള്ളത്. എക്സ്പയറി കഴിഞ്ഞ സാധനങ്ങൾ വയ്ക്കാൻ പാടില്ല, കടയിലാണെങ്കിലും അതൊന്നും വയ്ക്കാൻ പാടില്ല. അപ്പൊ തന്നെ അത് അവിടെ നിന്ന് ഡിസ്പോസ് ചെയ്യണം. ഓക്കെ, അപ്പൊ മരുന്നുകളുടെ കാര്യത്തിൽ അങ്ങനെയാണ്. എങ്ങനെയാണ്? ഡ്രഗ് ഷുഡ് ബി യൂസ്ഡ് ബിഫോർ ദ ഡേറ്റ് ഓഫ് എക്സ്പയറി. എക്സ്പയറി ഡേറ്റിന് മുന്നേ തന്നെ മരുന്നുകൾ ഉപയോഗിക്കണം. ഇനി എക്സ്പയറി ഡ്രഗ്സ് ടു ബി ഡിസ്പോസ്ഡ് ഓഫ് ആസ് പെർ റൂൾ. ഇനി എക്സ്പയറി കഴിഞ്ഞ മരുന്നുകള് എങ്ങനെയാ? നമ്മൾ ആ നിയമം അനുസരിച്ച് അല്ലെങ്കിൽ ഒരു ചട്ടപ്രകാരം തന്നെ അത് ഡിസ്പോസ് ചെയ്യണം. വെറുതെ അവിടെ എവിടെ തോന്നിയോടത്തൊന്നും വച്ചിടാൻ പാടില്ല. അത് അതിന്റെ റൂൾസ് അനുസരിച്ചിട്ട് തന്നെ, ആസ് പെർ റൂൾസ്, അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഡിസ്പോസ് ചെയ്യാനുള്ള ആ രീതി അനുസരിച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? എക്സ്പയറി ഡ്രഗ്സ് നീക്കം ചെയ്യണം. എക്സ്പയറി ഡ്രഗ്സ് ടു ബി ഡിസ്പോസ്ഡ് ഓഫ് ആസ് പെർ റൂൾ അനുസരിച്ച് തന്നെ ഡിസ്പോസ് ചെയ്യണം. അപ്പൊ അത്രയാണ് ആ ജനറൽ ഡ്രഗ്സിൽ വരുന്നത്. ഏതെങ്കിലും പോയിന്റ്സ് നിങ്ങൾക്ക് ക്ലിയർ ആവാത്തുണ്ടോ? അതില് ആൽഫബറ്റിക് ഓർഡറിൽ അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ സ്റ്റോക്ക് പൊസിഷൻ കാണിക്കുന്ന ബിൻ കാർഡ് വേണം. പിന്നെ ഷോർട്ട് എക്സ്പയറി ഡ്രഗ്സുകൾ നമ്മൾ ഫ്രണ്ടിലും, ലോങ് എക്സ്പയറി ഡ്രഗ്സുകൾ ബാക്കിലും വെക്കണം. പിന്നെ അവിടെ ഫിഫോ പ്രിൻസിപ്പിൾ ആണ് ഫോളോ ചെയ്യുന്നത്. അതായത് ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്ന മരുന്നുകൾ ആദ്യം തന്നെ ഉപയോഗിക്കണം. പിന്നെ അടുത്ത മരുന്നുകൾ ഉപയോഗിക്കുന്നതിന് മുന്നേ തന്നെ അതിന്റെ എക്സ്പയറി ഡേറ്റ് നോക്കണം. അതായത് എക്സ്പയറി കഴിഞ്ഞ എക്സ്പയറിക്ക് മുമ്പ് വരെ ആ മരുന്നുകൾ ഉപയോഗിക്കാം. Drugs should be used before the date of expiry. എക്സ്പയറി ഡേറ്റിന് മുമ്പ് ആ മരുന്നുകൾ ഉപയോഗിക്കണം. അതായത് എക്സ്പയറി കഴിഞ്ഞ മരുന്നുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, എക്സ്പയറി ഡ്രഗ്സ് ടു ബി ഡിസ്പോസ്ഡ് ഓഫ് ആസ് പെർ റൂൾ അനുസരിച്ച് ആ ചട്ടപ്രകാരം തന്നെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ ഡിസ്പോസ് ചെയ്യണം. ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയില്ലേ പോയിന്റ്സ്? ഓക്കെ, വെരി ഗുഡ്. ഇനി നെക്സ്റ്റ് വൺ നാർക്കോട്ടിക് ഡ്രഗ്സ് ആണ്. നമ്മൾ ഇന്നലെ പറഞ്ഞു നാർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേദന സംഹാരിയായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളാണ് നാർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. വേദന സംഹാരി, നല്ല പെയിൻ വരുമ്പോഴൊക്കെ നമുക്ക് ആ പെയിൻ കില്ലർ, നമുക്ക് ആ വേദന കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകളാണ് നാർക്കോട്ടിക് ഡ്രഗ്സ്. ഇവിടെ ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അതിന് എക്സാമ്പിൾ ചോദിക്കാം. There should be different special organization for narcotic drugs like morphine, pethidine, barbiturates. ഇതെല്ലാം നാർക്കോട്ടിക് ഡ്രഗ്സിന് എക്സാമ്പിൾ ആണ്. മോർഫിൻ, പെത്തഡിൻ, ബാർബിറ്റുറേറ്റ്സ്. മോർഫിൻ എന്താ? എന്തിനു വേണ്ടിയാ? പെയിൻ കില്ലർ ആയിട്ട് തന്നെ ഉപയോഗിക്കുന്ന മരുന്നാണ് കേട്ടോ. വേദന സംഹാരിയായിട്ട് ഉപയോഗിക്കുന്നതാണ് മോർഫിൻ. ടാബ്ലറ്റ് ഓർ ക്യാപ്സ്യൂൾ ടു റിലീസ് പെയിൻ. പെയിൻ കുറയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പെത്തഡിനും അതെ, പെയിൻ മെഡിക്കേഷൻ ആണ്. വേദനകളൊക്കെ കൂടുതൽ വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ വേദന കുറയ്ക്കാൻ വേണ്ടി കഴിക്കുന്ന മരുന്നാണ് പെത്തഡിൻ. നെക്സ്റ്റ് ബാർബിറ്റുറേറ്റ്സ്. ബാർബിറ്റുറേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ നമുക്ക് സെഡേറ്റീവ് ആയിട്ട് ഹിപ്നോട്ടിക് മെഡിസിൻ ആയിട്ട് കേട്ടോ, സെഡേഷൻ ഒക്കെ കൊടുക്കാൻ. ഹിപ്നോട്ടിസം ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു മയക്കി കിടക്കുന്ന ഒരു ഇതിലല്ലേ ചെയ്യുന്നത്, സെഡേഷൻ കൊടുക്കാനായിട്ട്. ഒരു സെഡേറ്റീവ് ഹിപ്നോട്ടിക് മെഡിസിൻ ആണ് ബാർബിറ്റുറേറ്റ്സ്. സെഡേറ്റീവ് ഹിപ്നോട്ടിക് മെഡിസിൻസ്. അപ്പൊ അത് മൂന്നും ആ എക്സാമ്പിൾ ഒന്ന് നോട്ട് ചെയ്തിടാം, അണ്ടർലൈൻ ചെയ്യാം. മോർഫിൻ, പെത്തഡിൻ, ബാർബിറ്റുറേറ്റ്സ്. ഓക്കെ,
There should be different special organization for narcotic drugs. Narcotic drugsകൾക്ക് അല്ലെങ്കിൽ വേദന സംഹാരിയായി ഉപയോഗിക്കുന്ന മരുന്നുകൾക്ക് പ്രത്യേകം ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, ഒരു സംഘടനയുണ്ട്. ലൈക്ക് മോർഫിൻ, ഏതാണ്, പെത്തഡിൻ ഓർ ബാർബിറ്റുറേറ്റ്സ്. നോക്കിയേ, പ്രിസൈസ് റെക്കോർഡിംഗ് ഷുഡ് ബി മെയിൻറ്റെയിൻ. കേട്ടോ, കൃത്യമായിട്ടുള്ള റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് എത്ര മരുന്നുകളുണ്ട്, ഇതിപ്പോ ആവശ്യമില്ലാതെയൊക്കെ നമുക്ക് അല്ലെങ്കിൽ ഓവറൊക്കെ വന്ന് ആർക്കെങ്കിലും ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വളരെ ദോഷമാണ്. അപ്പൊ ഇതൊക്കെ എന്ന് വെച്ചാൽ കറക്റ്റ് അളവ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ആ എണ്ണ ഒക്കെ ആണെങ്കിൽ എപ്പോഴും നമ്മുടെ എന്താ പറയാ, അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, പ്രിസൈസ് എന്ന് വെച്ചാൽ കൃത്യമായ, പ്രിസൈസ് റെക്കോർഡിംഗ് ഷുഡ് ബി മെയിൻറ്റെയിൻ. കൃത്യമായിട്ടുള്ള റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യണം. വേദന സംഹാരിയായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. അപ്പൊ നമുക്ക് അധികമായിട്ട് സ്റ്റോക്ക് ചെയ്യാനോ അല്ല ഒന്നും പാടില്ല. അത് കൊടുക്കേണ്ടതൊക്കെ കറക്റ്റ് അളവിലായിരിക്കണം കൊടുക്കേണ്ടത്. അത് കൂടിക്കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ ദോഷമാവും. അത് ഇതിന്റെ ആ മരുന്നുകളുടെ ഇങ്ങനെയുള്ള നാർക്കോട്ടിക് ഡ്രഗ്സുകളുടെ ആ നമ്മുടെ എന്താ കറക്റ്റ് ആയിട്ട് കൃത്യമായിട്ടും മെയിൻറ്റെയിൻ ചെയ്യുന്ന റെക്കോർഡ്, കൃത്യമായിട്ടുള്ള റെക്കോർഡ് സൂക്ഷിക്കണം. ഇനി അടുത്ത് നോക്കി, ഓൾവേസ് ടു ബി സ്റ്റോർഡ് അണ്ടർ ലോക്ക് ആൻഡ് കീ. ഇതെങ്ങനെയാ, ഇഷ്ടമുള്ളവരെ തുറന്നൊന്നും ഇടാൻ പാടില്ല. ഇത് ആരെങ്കിലുമൊക്കെ എല്ലാവർക്കും എളുപ്പത്തിൽ എടുക്കുന്ന രീതിയിലൊന്നും വെക്കാൻ പാടില്ല. അതൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് കറക്റ്റ് ഡോസേജ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അത്രയും സെക്യൂർ ആയിട്ട് തന്നെ വെക്കണം. ഓൾവേസ് ടു ബി സ്റ്റോർഡ് അണ്ടർ ലോക്ക് ആൻഡ് കീ. ലോക്ക് ആൻഡ് കീയുടെ കീഴിൽ എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്യണം. അതായത് എപ്പോഴും കൂട്ടി ഒക്കെ സൂക്ഷിക്കണം. മറ്റുള്ള ആളുകൾക്കൊന്നും അല്ലെങ്കിൽ അനുമതി ഇല്ലാതെ അതൊന്നും ഉപയോഗിക്കാനോ എടുക്കാനോ ഒന്നും പാടില്ല. എപ്പോഴും സെക്യൂർ ആയിട്ട് സുരക്ഷിതമായിട്ട് തന്നെ വെക്കണം. ഓക്കെ, ഓൾവേസ് ടു ബി സ്റ്റോർഡ് അണ്ടർ ലോക്ക് ആൻഡ് കീ. അപ്പൊ അത്രയാണ് നാർക്കോട്ടിക് ഡ്രഗ്സ് വരുന്നത് കേട്ടോ. അതിന്റെ എക്സാമ്പിളുകൾ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. ഇനി അടുത്തത് മൂന്നാമത്തെയാണ് ഇൻഫ്ലേമബിൾ ഡ്രഗ്സ്. ഇൻഫ്ലേമബിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഇൻഫ്ലേമബിൾ എങ്ങനെയാ, എന്താണ്, പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന രീതിയിലുള്ള, അതായത് ജ്വലിക്കുന്ന, പെട്ടെന്ന് എന്തെങ്കിലും സ്ഫോടനം, കത്തുന്ന പോലെയുള്ള മരുന്നുകൾ. അതിന് ഒന്ന് രണ്ട് എക്സാമ്പിൾ ഒന്ന് നോട്ട് ചെയ്തോളൂ. സ്പിരിറ്റ് ഒക്കെ ശരിയാണ്, നമ്മളത് തീയെങ്ങാനും അടുത്തേക്കൂടെ പോയി കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് അത് കത്തുപിടിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെ. ഇൻഫ്ലേമബിൾ ഡ്രഗ്സ്, അതിന്റെ രണ്ട് എക്സാമ്പിൾ ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. ആസ്പിരിൻ, ASPIRIN ഇന്നലെ പറഞ്ഞിരുന്നു ഞാൻ, എങ്കിലും നോട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെച്ചേക്കാം. ഇൻഫ്ലേമബിൾ ഡ്രഗ്സിന് എക്സാമ്പിൾ ആണ് ആസ്പിരിൻ, ASPIRIN. ബ്ലഡ് ക്ലോട്ട് ആവുന്നത് തടയുന്ന മരുന്നാണ് കേട്ടോ ആസ്പിരിൻ. രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന മരുന്നാണ് ആസ്പിരിൻ. അടുത്തത് ഡൈക്ലോഫെനാക്, അതും കൂടി ഒന്ന് എഴുതി വെച്ചു. DICLO, ഡൈക്ലോ, DICLO, ഫെനാക്, FENAC, ഡൈക്ലോഫെനാക്. ആർത്രൈറ്റിസ് ഇതിനൊക്കെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഡൈക്ലോഫെനാക്. അത് രണ്ടും ഇൻഫ്ലേമബിൾ ഡ്രഗ്സിന്. എന്താ മുന്നേ പറഞ്ഞത് ഒന്നുകൂടി പറയാമോ? ഏതാണ് പറയണ്ടേ? നമ്മള് ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് ആണോ അതോ നാർക്കോട്ടിക് ഡ്രഗ്സ് ആണോ? ഇൻഫ്ലേമബിൾ. ഓക്കെ, ആസ്പിരിൻ. ഓക്കെ, പറയാം. അപ്പൊ നമ്മള് ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കത്ത് പിടിക്കാൻ ചാൻസ് ഉള്ള മരുന്നുകൾ, കുറച്ചും കൂടി ഒരു സ്ഫോടനം ഇതുള്ള രീതിയിലുള്ള മരുന്നുകൾ. സ്പിരിറ്റ്, അതൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞ, സ്പിരിറ്റ് ഒക്കെ നമ്മൾ പെട്ടെന്ന് കത്ത് പിടിക്കാനായിട്ട് പറ്റൂ, എന്താ പറയാ, കത്ത് പിടിക്കുന്ന കാരണമാകുന്ന സംഭവങ്ങളാണല്ലോ കെമിക്കലുകള്, സ്പിരിറ്റുകളൊക്കെ. അതുപോലെ ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ നമ്മളത് വെക്കുമ്പോഴൊക്കെ അതേപോലെ സൂക്ഷിച്ചു വെക്കണം. ഇപ്പൊ ചൂട് കൂടുതലുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമുക്കത് ഈ മരുന്നുകൾ സൂക്ഷിക്കാൻ പാടില്ല. അപ്പൊ അതിന് കറക്റ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. നല്ല വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്ത് അത്രയും ശ്രദ്ധിച്ച് വേണം കീപ്പ് ചെയ്യാൻ. അതിന് രണ്ട് എക്സാമ്പിൾ ആണ് പറഞ്ഞത്. ഒന്നാമത്തെ ആസ്പിരിൻ, ASPIRIN. അത് എന്തിനു സഹായിക്കുന്നതാണ്? ആസ്പിരിൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ആവുന്നത് തടയുന്ന മരുന്നാണ്.
ബ്ലഡ് ക്ലോട്ട് ആവുന്നത് തടയുന്ന ഒരു മരുന്നാണ് ആസ്പിരിൻ. രണ്ടാമത്തെ പറഞ്ഞ ബ്ലഡ് ക്ലോട്ട് ആവുന്നത് തടയുന്നത് രക്തം കട്ട പിടിക്കുന്ന തടയുന്ന മരുന്നാണ് ആസ്പിരിൻ. അതൊരു ഇൻഫ്ലമബിൾ ഡ്രഗ്സിന് ഉദാഹരണമാണ്. പിന്നെ ഒരെണ്ണം പറഞ്ഞത് ഡൈക്ലോഫെനാക്. ഡൈക്ലോഫെനാക് DICLOFENAC. ഈ ഒരു ഡ്രഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആർത്രൈറ്റിസ് അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത്, അതിന്റെ ട്രീറ്റ്മെന്റിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. യൂസ്ഡ് ടു ട്രീറ്റ് ആർത്രൈറ്റിസ്. ഒന്നും വേണ്ട, ജസ്റ്റ് ആ എക്സാമ്പിൾ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഏതെങ്കിലും ബൈ ചാൻസ് ഏതെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഒരു 2 എക്സാമ്പിൾ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി ഇവിടെ നമ്മുടെ പോയിന്റ്സിലേക്ക് വന്നേ. ഡിഫറെന്റ് എൻക്ലോഷേഴ്സ് ടു ബി മെയ്ഡ് ഫോർ ഈസിലി kinded things like spirit, gases and chemicals. നമുക്കറിയാം സ്പിരിറ്റ് ഒക്കെ പെട്ടെന്ന് കത്ത് പിടിക്കുന്ന വസ്തുക്കളാണ്. പിന്നെ ഗ്യാസസ്, ചെറിയ ഗ്യാസുകള്, കെമിക്കൽസ് എന്നിവ പോലെയുള്ള കാര്യങ്ങള് എളുപ്പത്തിൽ കത്തിക്കാവുന്ന വസ്തുക്കള്, കത്ത് പിടിക്കാവുന്ന വസ്തുക്കൾക്കായിട്ട് അത് ഒരു പ്രത്യേക ഒരു സ്ഥലം കൊടുക്കണം. എൻക്ലോഷർ, അതായത് ഒരു പരിധിക്കുള്ളിൽ അത് നിർത്തണം, അല്ലെങ്കിൽ ഒരു പ്രത്യേക ചുറ്റുപാടിന് വേണം അത് സൂക്ഷിക്കാനായിട്ട്. ഓക്കെ, എല്ലാ മരുന്നുകളും വെക്കണ കൂട്ടത്തിൽ വെക്കാൻ പാടില്ല. അതൊരു പ്രത്യേക എൻക്ലോഷർ എന്ന് വെച്ചാൽ വലയം എന്നൊക്കെ ഉള്ളൊരു മീനിങ്ങാ. അതായത് ഒരു പ്രത്യേക ഒരു ചുറ്റുപാടിൽ വേണം ഇത് സൂക്ഷിക്കാൻ. സ്പിരിറ്റ്, ഗ്യാസസ്, കെമിക്കൽസ് ഇതൊക്കെ ഇൻഫ്ലേമബിൾ ആയിട്ടുള്ളതാണ്. അപ്പൊ അതൊക്കെ ഒരു പ്രത്യേക ഒരു ചുറ്റുപാടിൽ വേണം സൂക്ഷിക്കാനായിട്ട്. സഫിഷ്യന്റ് വെന്റിലേഷൻ ആൻഡ് ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ്. ഇനി എന്ത് വേണം അവിടെ? നമ്മള് വെന്റിലേഷൻ വേണം, സഫിഷ്യന്റ് ആയിട്ടുള്ള വെന്റിലേഷൻ കൊടുക്കണം. വെന്റിലേഷൻ ഒന്നും ഇല്ലാതെ ഇങ്ങനെ പ്രഷറൊക്കെ ഇങ്ങനെ കൂടി ഇരുന്ന് കഴിഞ്ഞാൽ അത് തന്നെ വേണമെങ്കിൽ കത്താനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പ്രോപ്പർ ആയിട്ടുള്ള വെന്റിലേഷൻ, അല്ലെങ്കിൽ സഫിഷ്യന്റ് വെന്റിലേഷൻ കൊടുക്കണം. ആൻഡ് ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ്. എന്താ ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ? അഗ്നിശമന സംവിധാനങ്ങള്. പെട്ടെന്ന് എങ്ങാനും അത് ഫയർ ഇതാകുകയാണെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള ഫയർ എക്സിറ്റ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അഗ്നിശമന സംവിധാനങ്ങൾ, ആ തീ അണയ്ക്കാനുള്ള സംവിധാനങ്ങളും കൂടി എന്ത് ചെയ്യണം? അവിടെ കരുതണം. Sufficient ventilation and firefighting arrangements. Firefighting arrangements. Next നോക്കിയേ, exhaust fan for air to pass through. അവിടെ എന്ത് വെക്കണം? എക്സോസ്റ്റ് ഫാനുകൾ വെക്കണം. For air to pass through. അവിടേക്ക് എയർ കടക്കാനായിട്ട് എക്സോസ്റ്റ് ഫാൻ വെക്കണം. നമ്മുടെ വീടുകളിലൊക്കെ വെച്ചിട്ടില്ലേ? വീടുകളിലൊക്കെ എക്സോസ്റ്റ് ഫാൻ വെച്ചിട്ടില്ലേ? നമ്മുടെ ഉള്ളിലുള്ള ആ ചൂട് വായു ഒക്കെ പുറത്തേക്ക് വലിച്ച് കളയാനൊക്കെ ആയിട്ട് എയർ പാസ് ചെയ്യാനായിട്ട് വെക്കൂലേ? അപ്പൊ അങ്ങനെ എക്സോസ്റ്റ് ഫാനിന് കൂടി വെക്കണം. എക്സോസ്റ്റ് ഫാൻ ഫോർ എയർ ടു പാസ് ത്രൂ. എയർ കിടക്കുന്നതിന് വേണ്ടിയിട്ട് എക്സോസ്റ്റ് ഫാൻ വെക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് ഒക്കെ സൂക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. Sufficient ventilation, firefighting arrangement വേണം, exhaust fan വേണം for air to pass. ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങൾ പ്രത്യേകം ചുറ്റുപാടിൽ വേണം സൂക്ഷിക്കാനായിട്ട്. ഓക്കെ, ഇനി അടുത്തത് കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ്. കോൾഡ് സ്റ്റോറേജ്, അതായത് ചില മരുന്നുകൾ ഈ ഡ്രഗ്സ് നമ്മൾ ഉപയോഗിക്കുമോ? ഈ മരുന്നുകളൊക്കെയാ അതാണ് നമുക്ക് ഇത് വെച്ചാൽ അത്രയും സെക്യൂർ ആയിട്ട് വെക്കുന്നതാണ്. ഇപ്പൊ ബ്ലഡ് ഒക്കെ ക്ലോട്ട് ആവുന്നത് തടയാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ആസ്പിരിൻ ഒക്കെ ഉപയോഗിക്കുന്നതാണ്. ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. ഓക്കെ, പക്ഷെ അതിന്റെ ആ ഡോസേജ് ആ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന കറക്റ്റ് ക്വാണ്ടിറ്റിയിലായിരിക്കും അത് ആ ഡോസേജ് ഉണ്ടാവും. അത് അത്രയും ഉപയോഗിച്ച് നമുക്ക് വേറെ ദോഷമൊന്നുമില്ല. ഓക്കെ, അത് നമ്മൾ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകൾ തന്നെയാണ് ഇതൊക്കെ. ഇനി അടുത്തത് കോൾഡ് സ്റ്റോറേജ്. കോൾഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില മരുന്നുകൾ നമുക്ക് ഓപ്പൺ ആക്കി വെക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മുടെ പുറമെ ടെമ്പറേച്ചറിൽ വെക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ പിള്ളേർക്കാണെങ്കിലൊക്കെ ചില മരുന്നുകള് പൊടി ഉള്ള മരുന്നുകളൊക്കെ നമ്മള് അതിന്റെ ഉള്ളിൽ തന്നെ ഒരു സൊല്യൂഷൻ ഉണ്ടാവും. ഇൻസുലിൻ, ശരിയാണ്, ഇൻസുലിൻ ഒക്കെ
വൈറ്റമിൻസ്, ആന്റിബയോട്ടിക്, വാക്സിൻസ്, ഇതൊക്കെ നമുക്ക് കോൾഡ് സ്റ്റോറേജിൽ വെക്കുന്നത്. ഞാൻ ചെറിയ എക്സാമ്പിൾ പറഞ്ഞേ, ഇപ്പൊ ചില സിറപ്പുകളൊക്കെ നമുക്ക് പുറത്ത് വെക്കാൻ പാടില്ല. അപ്പൊ അത് നമ്മൾ ഒരു പ്രാവശ്യം പൊട്ടിച്ച് അത് സൊല്യൂഷൻ ആക്കി, പൊടി സൊല്യൂഷൻ ആക്കി കഴിഞ്ഞാൽ പിന്നെ ആന്റിബയോട്ടിക്സ് അതാ പറഞ്ഞത് പൊടിയായിരിക്കും മിക്കവാറും അല്ലെ ആന്റിബയോട്ടിക്സ് ഒക്കെ. അത് നമ്മൾ അതിന്റെ ഉള്ളിൽ തന്നെ വാട്ടർ ഉണ്ടാവും, അത് ഉപയോഗിച്ച് നമ്മൾ അത് സിറപ്പ് ആക്കി കഴിഞ്ഞിട്ട് പിന്നെ അത് പുറത്ത് വെക്കാൻ പാടില്ല, അത് ഫ്രിഡ്ജിൽ വെക്കണം അല്ലെ. ഫ്രിഡ്ജിൽ വെക്കണ മരുന്നുകളില്ലേ, പിന്നെ ചില മരുന്നുകളൊക്കെ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം, പുറമെ വെക്കാൻ പാടില്ല. പുറമെ വെച്ച് കഴിഞ്ഞാൽ അത് ഇതാവും. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, നമുക്ക് വാക്സിനുകളൊക്കെ അല്ലെ, ആ പ്രത്യേകം നമ്മൾ ഐസ് ക്യൂബിനകത്ത് നമ്മൾ ആ കോൾഡ് ഇത് തണുപ്പ് നിലനിർത്തുന്ന രീതിയിൽ ഐസ് ക്യൂബിനകത്ത് ആക്കിയിട്ടാണ് ആ വാക്സിൻസ് ഒക്കെ സൂക്ഷിക്കുന്നത്. അപ്പൊ പിള്ളേർക്കൊക്കെ വാക്സിൻ കൊടുക്കുമ്പോൾ ആവശ്യത്തിനുള്ളത് മാത്രമേ അതിൽ എടുക്കുള്ളൂ, കുറേയും എടുത്തൊന്നും പുറത്ത് വെക്കാൻ പാടില്ല. എപ്പോഴും അത് കോൾഡ് സ്റ്റോറേജിൽ വെക്കേണ്ട ഇതാണ്. അതിന് എക്സാമ്പിളുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഡ്രഗ്സ് സച്ച് ആസ് ആന്റിബയോട്ടിക്സ്, ഏതൊക്കെയാണ് നോക്കിക്കോ, കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സുകൾ, ആന്റിബയോട്ടിക്സുകൾ, വൈറ്റമിൻസ്, പിന്നെ ലിവർ എക്സ്ട്രാക്ട്. ലിവർ എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ലിവറിന്റെ ഫങ്ഷൻ ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ലിവർ ഡാമേജ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ലിവർ ഡിസീസിന് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. അതായത് നമുക്ക് അതിനകത്ത് ഇരുമ്പ് ഉൾപ്പെടെയുള്ള ഒത്തിരി ധാതുക്കളുടെ ഒരു ഉറവിടമാണ് ലിവർ എക്സ്ട്രാക്ട് എന്ന് പറയുന്നത്. ഇരുമ്പ് ഉൾപ്പെടെയുള്ള ഒരുപാട് ധാതുക്കളുടെ ഒരു ഉറവിടമാണ് ലിവർ എക്സ്ട്രാക്ട്. അത് നമുക്ക് എന്താ നമ്മുടെ ലിവറിന്റെ ഫങ്ഷൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ, അല്ലെങ്കിൽ ലിവർ ഡാമേജ് അത് പ്രിവെന്റ് ചെയ്യാനായിട്ട്, ലിവർ ഡിസീസിന് ട്രീറ്റ്മെന്റ് ഒക്കെ ആയിട്ട് ലിവർ എക്സ്ട്രാക്ട് ഉപയോഗിക്കും. ഇതെല്ലാം എങ്ങനെയാണ് നമ്മൾ കോൾഡ് സ്റ്റോറേജിൽ വെക്കണം. അവിടെ നോക്കിയ കോൾഡ് റൂം ബിറ്റ്വീൻ ആ ടെമ്പറേച്ചർ ഒന്ന് നോട്ട് ചെയ്യുക. അവിടെ 50% അല്ല കേട്ടോ, 50 ഡിഗ്രി സെൽഷ്യസ് ആണ്. 15 ഡിഗ്രി സെൽഷ്യസ് ടു 20 ഡിഗ്രി സെൽഷ്യസ് വരെയും ആ ഒരു കോൾഡ് ടെമ്പറേച്ചറിലാണ് അത് സൂക്ഷിക്കേണ്ടത്. അതൊന്ന് കറക്റ്റ് ചെയ്ത് അവിടെ 50 ഡിഗ്രി സെൽഷ്യസ് 50 ഡിഗ്രി സെൽഷ്യസ് ടു 20 ഡിഗ്രി, അതിന്റെ ഇടയിൽ അത്രയും ഇതിലാണ് ഈ ആന്റിബയോട്ടിക്സ്, വൈറ്റമിൻസ്, ലിവർ എക്സ്ട്രാക്ട് ഇതൊക്കെ സ്റ്റോർ ചെയ്യേണ്ടത്. ആ ടെമ്പറേച്ചർ ഒരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ മരുന്നുകളൊക്കെ എത്ര ഡിഗ്രി ടെമ്പറേച്ചറിൽ സൂക്ഷിക്കണം? എത്രയാ? 15 ഡിഗ്രി സെൽഷ്യസ് ടു 20 ഡിഗ്രി സെൽഷ്യസ്. 50 ഡിഗ്രി സെൽഷ്യസ് ടു 20 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ. ദ റൂം ഷുഡ് ബി എയർ കണ്ടീഷണർ വിത്ത് ടെമ്പറേച്ചർ കൺട്രോൾ ഫെസിലിറ്റി. റൂം എങ്ങനെയായിരിക്കണം? ഇതാണ് നമ്മളെ 15 തന്നെയാണ്, 15 ഡിഗ്രി സെൽഷ്യസ് ടു 20 ഡിഗ്രി സെൽഷ്യസ്. അവിടെ 15% നല്ല എഴുതിയേക്കണത്, അത് വെട്ടിക്കളാം. പെർസെന്റേജ് വെട്ടിയിട്ട് ഡിഗ്രി സെൽഷ്യസ് ആക്കാം. അപ്പൊ അതിന്റെ ഇടയിൽ അത് മുതൽ 60, 17, 18, 19, 20 അത്രയും അതാവാം. അത് മുതൽ 15 ഡിഗ്രി സെൽഷ്യസ് മുതൽ 20 ഡിഗ്രി സെൽഷ്യസ് വരെ അത്രയും ഹോട്ട് ആ ടെമ്പറേച്ചറിലാണ് അത് സൂക്ഷിക്കേണ്ടത്. ഇനി ദ റൂം ഷുഡ് ബി എയർ കണ്ടീഷണർ വിത്ത് ടെമ്പറേച്ചർ കൺട്രോൾ ഫെസിലിറ്റി. റൂം എങ്ങനെയായിരിക്കണം? റൂം ഷുഡ് ബി എയർ കണ്ടീഷണർ ആൻഡ് ടെമ്പറേച്ചർ കൺട്രോൾ. ആ ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യാനുള്ള ഫെസിലിറ്റിയും റൂമില് അവൈലബിൾ ആയിരിക്കണം. എയർ കണ്ടീഷണർ ആയിരിക്കണം വിത്ത് ടെമ്പറേച്ചർ കൺട്രോൾ ഫെസിലിറ്റി. പിന്നെ അടുത്ത നോക്കിയേ, ഡ്രഗ്സ് ലൈക്ക് വാക്സിനുകൾ, സെറം എന്ന് എഴുതി വെച്ച അവിടെ സെറം, SERUM. ബ്ലഡ് ബാങ്കിൽ നമ്മൾ പഠിച്ചത് സെറം എന്താണെന്ന്. എന്താ സെറം എന്ന് പറഞ്ഞ? ക്ലിയർ ലിക്വിഡ് പാർട്ട് ഓഫ് എ ബ്ലഡിലെ ക്ലിയർ ലിക്വിഡ് പാർട്ടാണ് സെറം എന്ന് പറയുന്നത്. അപ്പൊ വാക്സിനുകള്, സെറം, ഹോർമോൺ എക്സെട്ര ഹാവ് ബീൻ സ്റ്റോർഡ് അറ്റ് 2 ഡിഗ്രി സെൽഷ്യസ് ടു 8 ഡിഗ്രി സെൽഷ്യസ്. അവിടെ ഡിഗ്രി സെൽഷ്യസ് തന്നെയാട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള വാക്സിനുകള്, സെറം, ഹോർമോൺ ഇതൊക്കെ എത്ര ടെമ്പറേച്ചറിലാണ് സ്റ്റോർ ചെയ്യണ്ടേ? 2 ഡിഗ്രി സെൽഷ്യസ് ടു 8 ഡിഗ്രി സെൽഷ്യസ് ഇൻ ഡീപ് ഫ്രീസർ. അത് കുറച്ചും കൂടി ഫ്രീസ് ചെയ്ത് വേണം. അപ്പൊ കുറച്ചും കൂടി തണുപ്പ് വേണം ഈ മരുന്നുകൾ സൂക്ഷിക്കാനായിട്ട്. ഓക്കെ, ഡീപ് ഫ്രീസർ ഓർ
cooler. Walk ഇന്നൊന്നും ഇല്ല കേട്ടോ അവിടെ. Or cooler. അത്രയും മതി. In deep freezer or cooler. Walk ഇന്നുള്ളതൊക്കെ വെട്ടിക്കളഞ്ഞേക്കാം, അത് വേണ്ട. ഡീപ് ഫ്രീസറിൽ, അതായത് നമ്മൾ പറഞ്ഞത് ആന്റിബയോട്ടിക്സ്, വൈറ്റമിൻ, ലിവർ എക്സ്ട്രാക്ട് ഒക്കെ എത്രയാ 50°C to 20°C. അത്രയും ആ ഒരു കോൾഡ് ഇതിൽ കീപ്പ് ചെയ്താൽ മതി, അത്രയും ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്താൽ മതി. എന്നാൽ വാക്സിൻ, സെറം, ഹോർമോൺ ഇതൊക്കെ കുറച്ചുകൂടി ഡീപ് ഫ്രീസർ വേണം, അതായത് കുറച്ചുകൂടി തണുപ്പ് കൂടുതൽ വേണം. 2° to 8°C വരെ അത്രയും ഫ്രീസ് വേണം, ഡീപ് ഫ്രീസ് കൊടുക്കണം. Or cooler. Deep freezers or cooler. ഇനി അടുത്ത നോക്കിയേ, ടെമ്പറേച്ചർ എക്സിബിറ്റിംഗ് ത്രൂ ഡയൽ തെർമോമീറ്റർ ആൻഡ് ടെമ്പറേച്ചർ ചാർട്ടിംഗ്. ഇനി അവിടുത്തെ ടെമ്പറേച്ചർ പ്രദർശിപ്പിക്കാനായിട്ട് നമുക്ക് ഏതാ ഡയൽ തെർമോമീറ്റർ ആൻഡ് ടെമ്പറേച്ചർ ചാർട്ടിംഗ്. ഡയൽ തെർമോമീറ്റർ, ടെമ്പറേച്ചർ ചാർട്ടിംഗ് ഒക്കെ ഉപയോഗിക്കാം. ഇത് രണ്ടും, ഡയൽ തെർമോമീറ്ററും ടെമ്പറേച്ചർ ചാർട്ടിങ്ങും മെഷർ ആൻഡ് ഡിസ്പ്ലേ ദ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ അളക്കാനും ഡിസ്പ്ലേ ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഡയൽ തെർമോമീറ്റർ. അപ്പൊ അതിനകത്ത് ആ തെർമോമീറ്ററിൽ ടെമ്പറേച്ചർ കാണും, എത്ര ഡിഗ്രി ആണെന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് അതിനകത്ത് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ടെമ്പറേച്ചർ ചാർട്ടിങ്ങും രണ്ടും എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന, മെഷർ ആൻഡ് ഡിസ്പ്ലേ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ മെഷർ ചെയ്യാനും ഡിസ്പ്ലേ ചെയ്യാനും. അപ്പൊ അങ്ങനെ അതിന്റെ ഹെൽപ്പോട് കൂടി ഡയൽ തെർമോമീറ്റർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ചാർട്ടിങ്, ടെമ്പറേച്ചർ ചാർട്ടിങ്ങിന്റെ സഹായത്തോടു കൂടി ടെമ്പറേച്ചർ അത് പ്രദർശിപ്പിക്കണം. അപ്പൊ കറക്റ്റ് ആയിട്ട് എത്ര ഡിഗ്രി ആണെന്നുള്ളത് അതിനകത്ത് കാണാൻ പറ്റും. ഡയൽ തെർമോമീറ്ററിൽ നോക്കിയാലും അല്ലെങ്കിൽ ടെമ്പറേച്ചർ ചാർട്ടിങ്ങിൽ നോക്കി നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത്രയാണ് കോൾഡ് സ്റ്റോറേജ് വരുന്നത്. അപ്പൊ അതിനകത്ത് ആ 2°C നമ്മൾ പഠിച്ചത് അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. പിന്നെ അതിനകത്ത് ആ പോയിന്റ്സുകൾ ഒന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പൊ അത്രയാണ് സ്റ്റോറേജ്. ഏതൊക്കെ നമ്മൾ പഠിച്ചത്, ജനറൽ ഡ്രഗ്സ് പഠിച്ചു, നാർക്കോട്ടിക് ഡ്രഗ്സ് പഠിച്ചു, ഇൻഫ്ലേമബിൾ ഡ്രഗ്സ്, ലാസ്റ്റത്തെ കോൾഡ് സ്റ്റോറേജ്. ഇനി അടുത്തത് ഒരു മെഡിക്കേഷൻ പ്രൊസീജിയർ ആണ്. ഇത് നിങ്ങൾക്ക് എക്സാമിന് അങ്ങനെ ഒരു പ്രൊസീജിയർ എന്തായാലും അങ്ങനെയായിട്ട് ചോദിക്കൂല. അപ്പൊ നിങ്ങൾ എന്തായാലും അത് മനസ്സിലാക്കി വെക്കുക, ക്ലിയർ ആയിട്ട് ഈ ഒരു സെക്ഷൻ മനസ്സിലാക്കി വെക്കുക. അതിന്റെ ഉള്ളിൽ ചിലപ്പോൾ കുഞ്ഞു കുഞ്ഞു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, എങ്കിലും നമ്മൾ അതൊരു ഓർഡറിൽ നമ്മുടെ മനസ്സിൽ വേണം. മെഡിക്കേഷൻ പ്രൊസീജിയർ, ഇപ്പൊ നമ്മൾ ഡോക്ടർ എഴുതുന്ന മരുന്ന് വാർഡിലേക്ക് അല്ലെങ്കിൽ പേഷ്യന്റ് കൈകളിലേക്ക് എത്തുന്നതിന് കുറെ പ്രൊസീജിയർ ഉണ്ട്. അല്ലാതെ നേരെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് അപ്പൊ തന്നെ മരുന്ന് നമുക്ക് കിട്ടുകയല്ല. അത് പേഷ്യന്റിന്റെ കൈകളിലേക്ക് എത്താനായിട്ട് അത് ഫാർമസി കൂടെയൊക്കെ കടന്നു പോയിട്ട് വേണ്ടേ, അല്ലേ? നമ്മളിപ്പോ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്താലും നമ്മൾ ഫാർമസിയിൽ മേടിക്കണേ അങ്ങനെ, അല്ലെങ്കിൽ വാർഡിലേക്ക് നമ്മുടെ കൈകളിലേക്ക് ടാബ്ലറ്റ് എത്തുന്നതിന് കുറച്ച് പ്രൊസീജിയർ ഇല്ലേ? നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, നമുക്ക് ഡോക്ടർ നമ്മളെ നോക്കി ഡിസീസ് ഡയഗ്നോസ് ചെയ്ത് അഡ്മിറ്റ് ആക്കി, എന്നിട്ട് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്ന് അവിടുന്ന് ഡോക്ടർ നമ്മുടെ കയ്യിൽ തന്നു വിടുകയല്ല ചെയ്യണേ, അല്ലെ? ആ പ്രിസ്ക്രിപ്ഷൻ ഫാർമസിയിൽ വന്ന് അവിടെ കുറച്ച് പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞ് പിന്നെ നേഴ്സിന്റെ അടുത്ത് വന്നിട്ട് നേഴ്സാണ് നമുക്ക് പേഷ്യൻസിന്റെ കയ്യിലേക്ക് മരുന്ന് തന്നെ, അല്ലെ? അവര് ആ ചീട്ട് നോക്കിയിട്ട് ഏതൊക്കെ മെഡിസിൻസ് എത്തുന്നുള്ളത് ഇപ്പൊ മിക്കവാറും എന്താ ഒരു സ്ലിപ്പായിട്ട് നമുക്ക് അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് അങ്ങനെ അവർക്ക് ഫുൾ അങ്ങനെ കൊടുക്കൂല, അല്ലെ? ആ ഡ്യൂട്ടിയിലുള്ള നേഴ്സ് ഓരോ ഇപ്പൊ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം 3 നേരം നമുക്ക് വന്ന് അവര് ആ ഭക്ഷണം കഴിച്ചു തരുമ്പോൾ അത് ഒരു ഏകദേശം സമയമാകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ആ സ്ലിപ്പിന്റെ ഒരെണ്ണം അതൊക്കെ മാത്രം നമുക്ക് അത് എടുത്തു വെച്ച് തരും, അല്ലെ? എത്ര ടാബ്ലറ്റ്സ് ഉണ്ടെന്ന് വെച്ചാൽ അവരാണത് നമുക്ക് തന്നത്, നേഴ്സല്ലേ തന്നെ, അല്ലെ? ഓരോ നേരവും അവര് വന്ന് നമ്മൾ നോക്കിയിട്ട് ആ മരുന്നുകൾ നമുക്ക് തരും. അപ്പൊ നോക്കി ആ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എഴുതുന്നത് മുതൽ നമ്മുടെ കൈകളിലേക്ക് മരുന്ന് കിട്ടുന്നത് വരെയുള്ള ഒരു പ്രൊസീജിയർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, മെഡിക്കേഷൻ പ്രൊസീജിയർ. ഇതെല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, ക്ലിയർ ആയിട്ട് നമുക്ക് പോകാം. ഫസ്റ്റ് ഇത് നോക്കിയേ, മെഡിക്കേഷൻ മെത്തേഡ് ഓഫ് IPD ഫ്രം ദ ക്യാബിൻ ഓർ വാർഡ്. കണ്ടോ, IPDയിൽ നിന്ന് നമുക്ക് വാർഡിലേക്ക് എത്തുന്നത് വരെയുള്ള ആ മെഡിക്കേഷൻ മെത്തേഡ് ആണ് ഈ കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് ഒന്നാമത്തെ പോയിന്റിൽ എന്താ, ഡോക്ടർ റൈറ്റ് ദ പ്രിസ്ക്രിപ്ഷൻസ്. ആരാ പ്രിസ്ക്രിപ്ഷൻ എഴുതുന്ന ആളാരാ? Who write the prescription?
അതാണ് ഡോക്ടർ അല്ലെ. ഡോക്ടർ ആദ്യം തന്നെ പേഷ്യന്റിനെ കണ്ടിട്ട് നമ്മുടെ ഡയഗ്നോസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ സിംറ്റംസ് ഒക്കെ പറഞ്ഞത് വെച്ചിട്ട് ഡോക്ടർ ആദ്യം തന്നെ ഏത് മരുന്ന് കൊടുക്കണം എന്നുള്ള പ്രിസ്ക്രിപ്ഷൻ എഴുതും. ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എഴുതും. ഇനി എന്നിട്ട് ഡോക്ടർ എഴുതിയ പ്രിസ്ക്രിപ്ഷൻ എന്താ, ട്രാൻസ്ക്രൈബ് ചെയ്യാന്ന് വെച്ചാൽ പകർത്തുക, അത് കോപ്പി ചെയ്യും, പകർത്തുക, ട്രാൻസ്ക്രൈബ് the prescription by electronic machine onto the HIS. HIS അവിടെ എക്സ്പാൻഡഡ് ഫോം എഴുതി വെക്കുക, പഠിക്കണം. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം HIS. അപ്പൊ ആദ്യം ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എഴുതി, ആ ഡോക്ടർ എഴുതിയ പ്രിസ്ക്രിപ്ഷൻസ് എന്ത് ചെയ്യുന്നു, നേഴ്സ് അത് ഇലക്ട്രോണിക് മെഷീൻ വഴി ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് പകർത്തും. അതായത് ഡോക്ടർ എഴുതിയത് അങ്ങനെ തന്നെയല്ല, അത് നേഴ്സ് അത് എന്ത് ചെയ്യുക, ആ നമ്മുടെ സിസ്റ്റത്തിലേക്ക്, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് അത് പകർത്തും. അതാണ് കേട്ടോ ഒന്നാമത്തെ സ്റ്റെപ്പ്. മനസ്സിലായോ? ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എഴുതി, നേഴ്സ് എന്ത് ചെയ്യുന്നു, ദ നേഴ്സസ് ട്രാൻസ്ക്രൈബ് ദ പ്രിസ്ക്രിപ്ഷൻ. നേഴ്സ് ആ പ്രിസ്ക്രിപ്ഷൻ ട്രാൻസ്ക്രൈബ് ചെയ്യും. ട്രാൻസ്ക്രൈബ് ചെയ്യാന്ന് വെച്ചാൽ പകർത്തുക. ബൈ എങ്ങനെയാ, ഇലക്ട്രോണിക് മെഷീൻ. ഇലക്ട്രോണിക് മെഷീൻ വഴി എന്തിലേക്കാണ് പകർത്തുന്നത്, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് നേഴ്സുകൾ പകർത്തുന്നു. ക്ലിയർ ആയോ? ഒന്നാമത്തെ പോയിന്റ് എല്ലാവർക്കും ഓക്കെ. അതങ്ങനെ നിങ്ങൾ ഓർഡർ അനുസരിച്ച് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ഒന്ന് നോട്ട് ചെയ്യണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തെടുത്തോ. ഇത് മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ് കേട്ടോ. ഓക്കെ, ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ എഴുതി, നേഴ്സ് ആ പ്രിസ്ക്രിപ്ഷൻ ഇലക്ട്രോണിക് മെഷീന്റെ സഹായത്തോടു കൂടി ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് പകർത്തുന്നു. ഇനി രണ്ടാമത് നോക്കിയേ, ഫാർമസി ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ നേഴ്സ് അങ്ങനെ കോപ്പി ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് എങ്ങോട്ടാ പോണേ, അറ്റ് ദ ഫാർമസി ഡിപ്പാർട്ട്മെന്റ്. ഫാർമസിയിലേക്കാണ് പോകുന്നത്. നേഴ്സ് ആ കോപ്പി ചെയ്ത ആ പ്രിസ്ക്രിപ്ഷൻ നേരെ ഫാർമസിയിലേക്ക് വരിക. അറ്റ് ദ ഫാർമസി ഡിപ്പാർട്ട്മെന്റ്. ഇനി ഫാർമസി ഡിപ്പാർട്ട്മെന്റിൽ എന്താ ചെയ്യുന്നേ, അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ബൈ യൂസിങ് ഇലക്ട്രോണിക് മെഷീൻ. അവിടുത്തെ ഫാർമസിയിലുള്ള അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ഈ ഇലക്ട്രോണിക് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ആ നേഴ്സിന്റെ ഇലക്ട്രോണിക് റിക്വസ്റ്റ് എന്താക്കും, ഫോർ ദ മെഡിസിൻ, മെഡിസിന് വേണ്ടിയുള്ള ഇലക്ട്രോണിക് റിക്വസ്റ്റിനെ എന്താക്കുന്നു, പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ ഷീറ്റ്. അത് ഒരു ഓർഡർ ഷീറ്റ് ആക്കി മാറ്റും അവര്. ഫാർമസി ഡിപ്പാർട്ട്മെന്റ് അവരെന്ത് ചെയ്യുന്നു, ഒരു പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ ഷീറ്റ് ആക്കി മാറ്റും. നേഴ്സ് മരുന്നിന് വേണ്ടിയിട്ട് ആ കൊടുത്ത റിക്വസ്റ്റ് ഉണ്ടല്ലോ, ഇലക്ട്രോണിക് മെഷീൻ വഴി HIS ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് പകർത്തിയ റിക്വസ്റ്റിനെ ഫാർമസി ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നു, പ്രിന്റഡ് ഫോമിലേക്ക് മെഡിക്കേഷൻ ഓർഡർ ഷീറ്റ് ആക്കി മാറ്റും. അതാണ് അവിടെ ചെയ്യുന്നത്. ഫാർമസി ഡിപ്പാർട്ട്മെന്റ് പ്രിന്റഡ് ഫോമിലേക്ക് അത് മെഡിക്കേഷൻ ഓർഡർ ഷീറ്റ് ആക്കി മാറ്റും. മെഡിക്കേഷൻ ഓർഡർ ഷീറ്റ് ആക്കി മാറ്റും. ഓക്കെ, ക്ലിയർ ആയോ? ഫാർമസി ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നു, ഫാർമസി ഡിപ്പാർട്ട്മെന്റില് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് അത് എന്ത് ചെയ്യുന്നു, പ്രിന്റഡ് ഫോമിലേക്ക് അതൊരു ഓർഡർ ആക്കി മാറ്റും. ഓക്കെ, മെഡിക്കേഷൻ ഓർഡർ ഷീറ്റ് ആക്കി മാറ്റും. ഇനി അടുത്ത നോക്കിയേ, മൂന്നാമത്തെ പോയിന്റിൽ എന്താ പറയുന്നത്, ഡിസ്പെൻസേഴ്സ്. ഇനി അത് വിതരണം ചെയ്യുന്നവര്, ആ മരുന്ന് എടുത്തു തരുന്നവര്, വിതരണം ചെയ്യുന്നവർ എന്ത് ചെയ്യുന്നു, ഫിസിക്കലി ഒബ്റ്റെയിൻ മെഡിക്കേഷൻ ഫ്രം. അതാട്ടോ മെഡിക്കേഷൻ ഫ്രം എന്നാണ്. ഒന്ന് കറക്റ്റ് ചെയ്ത് അവിടെ അത് വെട്ടിയിട്ട് അതിന്റെ മുകളിൽ എഴുതാം. നിങ്ങളുടെ ടെക്സ്റ്റില് അതൊന്ന് കറക്റ്റ് ചെയ്തേ. ഡിസ്പെൻസേഴ്സ് ഫിസിക്കലി ഒബ്റ്റെയിൻ മെഡിക്കേഷൻ ഫ്രം the shelves to the dispensing table as per the printed medication order. ഉണ്ടോ? അപ്പൊ അത് ഡിസ്പെൻസ് ചെയ്യുന്നവര് എന്ത് ചെയ്യാതെ, ഡിസ്പെൻസ് ചെയ്യുന്നവര് നമ്മൾ ആ
ഒരു ഓർഡർ ഷീറ്റ് ഇല്ലേ, അതിൽ നിന്ന് പ്രിന്റ് ചെയ്ത മരുന്നുകള് ഓർഡർ അനുസരിച്ച് തന്നെ നമ്മുടെ ആ ഡിസ്പെൻസിങ് ടേബിളിലേക്ക് ഷെൽഫിൽ നിന്ന് എടുത്തു വെക്കും. ഡിസ്പെൻസിങ് ടേബിളിലേക്ക്, അത് വിതരണം ചെയ്യുന്ന ആ ടേബിളിലേക്ക് ഷെൽഫിൽ നിന്ന് ആ മരുന്നുകള് അത് എടുത്തു വെക്കും. ഷെൽഫിൽ നിന്ന് മെഡിക്കേഷൻ എന്ത് ചെയ്യുന്നു, ലഭ്യമാക്കും. അത് ഡിസ്പെൻസ് ചെയ്യുന്നവര് പ്രിന്റ് ചെയ്ത ആ മരുന്ന് ഓർഡർ അനുസരിച്ച് തന്നെ ആ ഡിസ്പെൻസിങ് ടേബിളിലേക്ക് ഷെൽഫിൽ നിന്ന് എടുത്തു വെക്കും. ഓക്കെ. Dispensers physically obtain medication from the shelf to the dispensing table. Dispensing table-ലേക്ക് എന്ത് ചെയ്യുന്നു, ആ മെഡിസിൻസ് എടുത്തു വെക്കും. പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ, ആ മെഡിക്കേഷൻ ഓർഡർ അതിനൊപ്പം തന്നെ മെഡിസിൻസ് എടുത്തു വെക്കും. എങ്ങോട്ടാ എടുത്തു വെക്കുന്നത്? എങ്ങോട്ടാ എടുത്തു വെക്കുന്നത്? ഷെൽഫിന്ന് ഡിസ്പെൻസിങ് ടേബിളിലേക്ക്. ഓക്കെ. ഷെൽഫിൽ നിന്ന് ഓരോ മരുന്നുകളും ഷെൽഫിൽ നിന്ന് ആ ഡിസ്പെൻസിങ്, വിതരണം ചെയ്യുന്ന ടേബിൾ, ആ ടേബിളിലേക്ക് എടുത്തു വയ്ക്കും. ഇനി അടുത്തത്, the medication should be kept in small medication cart along with the printed medication order sheet. അപ്പൊ ഇനി ആ ഡിസ്പെൻസിങ് ടേബിളിൽ നിന്ന് എന്താ ചെയ്യുന്നത്? അത് ഒരു ട്രേയില് നമ്മൾ ഓരോ പേഷ്യന്റിനും സെപ്പറേറ്റ് ട്രേ എടുക്കുക. ഇപ്പൊ ഒരു മരുന്ന് മാത്രമല്ലല്ലോ അവർക്ക് ഉണ്ടാവുന്നേ, അല്ലെ? കുറെ തരത്തിലുള്ള മരുന്നുകൾ ഉണ്ടാവും. 2, 3, 4 മരുന്നുകളൊക്കെ എഴുതും. അപ്പൊ അവർക്കുടെ എല്ലാ മെഡിസിൻസും കൂടി ഒരു ട്രേയിലേക്ക് ആക്കിയിട്ട്, അതാണ് സ്മോൾ മെഡിക്കേഷൻ കാർട്ട് എന്ന് പറഞ്ഞ ട്രേ ആണ് കേട്ടോ. കാർട്ട് എന്ന് പറഞ്ഞ ട്രേ എന്നാ ഉദ്ദേശിക്കുന്നത്. Then the medicine should be kept in a small medication cart along with the printed medication order sheet. അവിടെ എന്തുണ്ടാവും? ആ മെഡിക്കേഷൻ ഓർഡർ ഷീറ്റിന്റെ ഒപ്പം തന്നെ മെഡിസിൻസ് ആ ട്രേയിലേക്ക് എടുത്ത് വെക്കും. ക്ലിയർ ആയോ? അപ്പൊ അവര് എന്ത് ചെയ്യുന്നു? ഈ മെഡിസിൻസ് ആ ട്രേയിലേക്ക്, മെഡിക്കേഷൻ ഓർഡർ ഷീറ്റും ഉണ്ടാവും അതിനകത്ത്, മെഡിക്കേഷൻ ഓർഡർ ഷീറ്റും അതിന്റെ ഒപ്പം മെഡിസിൻസും ആ ട്രേയിലേക്ക് എടുത്തു വെക്കും. ക്ലിയർ ആയോ? ഇവര് ട്രേയിലേക്ക് എടുത്തു വെക്കും. ഇനി അടുത്ത എന്താ പറഞ്ഞേക്കാം? ഫാർമസിസ്റ്റ് ക്രോസ് ചെക്ക് ദ മെഡിക്കേഷൻ. അപ്പൊ അങ്ങനെ എടുത്തു വെക്കുന്ന ഡിസ്പെൻസേഴ്സ് എടുത്തു വെക്കുന്ന മരുന്നുകള് അവിടുത്തെ ഫാർമസിസ്റ്റ് എന്ത് ചെയ്യും? ഒന്നോടെ ക്രോസ് ചെക്ക് ചെയ്യും. അവരെടുത്തു വെച്ചത് കറക്റ്റ് തന്നെയല്ലേ? എല്ലാ മരുന്നുകളും ഓക്കെ അല്ലേ? കറക്റ്റ് അളവിലില്ലേ? ടാബ്ലറ്റ്സ് ഓക്കെ അല്ലേ എന്നൊക്കെ ഉള്ളത് ഈ ഫാർമസിസ്റ്റ് അത് ആ മെഡിക്കേഷൻസ് ചെക്ക് ചെയ്യും, ക്രോസ് ചെക്ക് ചെയ്യും. ഓക്കെ. 4th പോയിന്റ് ക്ലിയർ ആയില്ല. ഓക്കെ. 4th പോയിന്റ് എന്താണ്? 1, 2, 3, 4. അപ്പൊ നമ്മളെ 4th പോയിന്റ് പറയണമെങ്കിൽ 3rd പോയിന്റ് നോക്കണം. അതായത് ഈ ഡിസ്പെൻസേഴ്സ്, മരുന്ന് വിതരണം ചെയ്യുന്ന ആളുകളില്ലേ, അവര് ഇത് ഡിസ്പെൻസിങ് ടേബിളിലേക്ക് എടുത്തു വെക്കും. 3rd പോയിന്റ് പറയണം, എന്നാലാണ് 4th പോയിന്റിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ. ഇതാ ഒരു നമ്മളെന്താ ഒരു പ്രൊസീജിയർ ആണ്, ഇതൊരു ഫോളോ ചെയ്യുന്ന ഇതാണ്. ലാസ്റ്റ് ഞാൻ ഒന്നുകൂടി പറയാം. അപ്പൊ 3rd പോയിന്റിൽ എന്താ? അത് ഡിസ്പെൻസ് ചെയ്യുന്നവര്. അപ്പൊ 2nd പോയിന്റിൽ എന്താ പറഞ്ഞേ? അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫുകള് അതെന്ത് ചെയ്യും? അത് പ്രിന്റഡ് ഫോമിലേക്ക് ഒരു മെഡിക്കേഷൻ ഓർഡർ ഷീറ്റ് ആക്കി മാറ്റും. അത്ര മനസ്സിലായില്ലേ? അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് അത് പ്രിന്റഡ് ഫോമിലേക്ക് ഒരു മെഡിക്കേഷൻ ഓർഡർ ആക്കും. അതായത് മരുന്നുകളൊക്കെ എഴുതിയ ഒരു പ്രിന്റ് ചെയ്ത ഒരു ഇതില്ലേ, നമുക്കൊക്കെ മരുന്ന് മേടിക്കുമ്പോൾ കിട്ടണല്ലേ ആ ടാബ്ലറ്റ്സിന്റെ ആ കവറിന്റെ ഒപ്പം തന്നെ അത് സ്റ്റാപ്ലർ ചെയ്തിട്ട് ഏതൊക്കെ മരുന്നുകളാണ് അതിന്റെ ലിസ്റ്റ് സാധനങ്ങളൊക്കെ അല്ലെ? ഓർഡർ, മെഡിക്കേഷൻ ഓർഡർ, ആ സംഭവം, ആ സ്ലിപ്പ് പോലത്തെ ഏതൊക്കെ മരുന്നാന്നൊക്കെ ഉള്ള സാധനങ്ങളില്ലേ, അതായത് പ്രിന്റഡ് ഫോമിലേക്ക് മെഡിക്കേഷൻ ഓർഡർ ആക്കി മാറ്റും. അതൊന്ന് നോട്ട് ചെയ്തോ. അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ്, 2nd പോയിന്റ് ആട്ടോ, അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് പ്രിന്റഡ് ഫോമിലേക്ക് മെഡിക്കേഷൻ ഓർഡർ ആക്കി മാറ്റും. അത് ക്ലിയർ ആയി? പ്രിന്റഡ് ഫോമിലേക്ക് മെഡിക്കേഷൻ ഓർഡർ ആക്കി മാറ്റും. ഇനി 3ാമത്തെ പോയിന്റിൽ ഇനി അടുത്തത് പോകുന്ന ഡിസ്പെൻസേഴ്സ്. ഡിസ്പെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്പെൻസർ വിതരണം ചെയ്യുന്നവർ.
അത് വിതരണം ചെയ്യുന്നവരെന്ത് ചെയ്യും? അപ്പൊ ആ ഓർഡർ ഷീറ്റ് അവിടെ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് തന്നെ അത് കൂടെ അത് വെച്ചിട്ട് ഷെൽഫിൽ നിന്ന് മരുന്നുകള് ഒരു ഡിസ്പെൻസിങ് ടേബിളിലേക്ക് എടുത്തു വെക്കും. ഷെൽഫിൽ നിന്ന് മെഡിസിൻസ് ഡിസ്പെൻസിങ് ടേബിളിലേക്ക് എടുത്തു വെക്കും. അവിടെ പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡറും അതിനകത്തുണ്ടാവും. കുറച്ച് ടാബ്ലറ്റ് മാത്രം എടുത്തു വെച്ചാൽ അറിയാൻ പറ്റുമോ? ടാബ്ലറ്റ്സ് മാത്രം എടുത്തു വെച്ചാൽ അറിയാൻ പറ്റില്ല. അപ്പൊ അത് ഡിസ്പെൻസ് ചെയ്യുന്നവര് ഓരോ ഓർഡർ ഷീറ്റ് നോക്കിയിട്ട് ഓരോ ഷെൽഫിൽ നിന്നുള്ള മരുന്നുകള് ഡിസ്പെൻസിങ് ടേബിളിലേക്ക് മെഡിക്കേഷൻ ഓർഡറിന്റെ ഒപ്പം തന്നെ വെക്കും. ആ ചീട്ടിന്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യും? ആ മരുന്നുകൾ എടുത്തു വെക്കും ഡിസ്പെൻസിങ് ടേബിളിലേക്ക്. അത് ഓർക്കാൻ എളുപ്പമില്ലേ? ഡിസ്പെൻസേഴ്സ് ഡിസ്പെൻസിങ് ടേബിളിലേക്ക് ഷെൽഫിൽ നിന്ന് മരുന്നുകള് മെഡിക്കേഷൻ ഓർഡറിന്റെ ഒപ്പം തന്നെ എടുത്തു വെക്കും. ക്ലിയർ ആയോ? തേർഡ് പോയിന്റ് സംശയം ചോദിച്ചവര് ഒന്നുകൂടി പറഞ്ഞ കുട്ടിക്ക് മനസ്സിലായോ അത്? ഓക്കെ. അപ്പൊ ഡിസ്പെൻസേഴ്സ് എങ്ങോട്ട് വെക്കണേ? ഡിസ്പെൻസിങ് ടേബിളിലേക്ക്. ക്ലിയർ അല്ലേ? ഡിസ്പെൻസേഴ്സ് ഷെൽഫിൽ നിന്ന് മെഡിസിൻസ് ഡിസ്പെൻസിങ് ടേബിളിലേക്ക് വെക്കും. അപ്പൊ ആ മെഡിക്കേഷൻ ഓർഡറും അതിന്റെ ഒപ്പം തന്നെ ഉണ്ടാവും. ഇനി അടുത്തത് എന്താ ചെയ്യുന്നത്? ഇനി ആ മെഡിസിൻസ് അവരെന്താ ഒരു മെഡിക്കേഷൻ കാർട്ടിലേക്ക് എടുത്തു വെക്കും. മെഡിക്കേഷൻ കാർട്ട് എന്ന് പറഞ്ഞ ട്രേ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഫാർമസിന്നൊക്കെ മരുന്നൊക്കെ ആണെങ്കിൽ ഓരോരുത്തർക്കുടെ ഇതിങ്ങനെ ട്രേയിലേക്കല്ല ഇടണേ. ഒരു ട്രേ എടുക്കും, അതില് അവർക്കുടെ മരുന്നുകൾ എടുത്തു വെക്കും അല്ലെ. 3, 4, 5 തരത്തിലുള്ള മരുന്നുകളൊക്കെ ഉണ്ടാവും. അപ്പൊ വെറുതെ അത് പുറത്ത് വെക്കാൻ പറ്റില്ല. ഒരു ട്രേ എടുത്തിട്ട് ആ ട്രേയിലേക്ക് എടുത്തു വെക്കുക ചെയ്യുന്നത്. ഇതാണ് മെഡിക്കേഷൻ ഷുഡ് ബി കെപ്റ്റ് ഇൻ എ സ്മോൾ മെഡിക്കേഷൻ കാർട്ട്. മെഡിക്കേഷൻ കാർട്ട് എന്ന് പറഞ്ഞ ട്രേ ആണ് കേട്ടോ. മെഡിക്കേഷൻ വെക്കുന്ന ആ ട്രേ അതിലേക്ക് എടുത്തു വെക്കും. അതിലും എന്തുണ്ടാവും? ആ പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ ഷീറ്റ് കൂടി ഉണ്ടാവും. നമ്മള് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുമ്പോ, പച്ചക്കറി മേടിക്കാൻ പോകുമ്പോ ഒരു ട്രേയിലേക്ക് എടുത്തിട്ടല്ലേ നമ്മൾ ആ പച്ചക്കറിയൊക്കെ എടുക്കണേ അല്ലേ? നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങള് നമുക്ക് ആ ഒരു ട്രേ എടുത്തു കഴിഞ്ഞാൽ, നമ്മള് സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോ അവിടുത്തെ ട്രേ എടുത്തിട്ടല്ലേ നമ്മൾ അവിടുത്തെ ഓരോ സാധനങ്ങൾ പല പല സ്ഥലത്തുനിന്ന് എടുത്തു വെക്കുന്നത്. അതുപോലെ ആ മെഡിസിൻസ് അവിടെ ഇവിടെ മറിച്ചിടാതിരിക്കാൻ വേണ്ടിയിട്ട് ഡിസ്പെൻസിങ് ടേബിളിൽ നിന്ന് എന്ത് ചെയ്യും? നേരെ അവര് ഓരോരുത്തർക്കുടെയും ആ ട്രേയിലേക്ക് സെപ്പറേറ്റ് ചെയ്ത് വെക്കും. മനസ്സിലാവില്ലേ? ഓരോരുത്തർക്കുടെയും മെഡിസിൻസ് ഒരാൾക്ക് 4 തരം ഉണ്ട്. ആ 4ഉം ആ സ്ലിപ്പും കൂടി മെഡിക്കേഷൻ ഓർഡർ ഷീറ്റും കൂടി ഒരു ട്രേയിലേക്ക് വെക്കും. അടുത്ത ആക്കണേ ഇതുപോലെ 3 എണ്ണം ഉണ്ട്. അയാൾക്കടെ ആ 3 മരുന്നുകളും ആ ഷീറ്റുള്ള ആ 3 മെഡിസിൻസും ആ ഷീറ്റും മെഡിക്കേഷൻ ഓർഡർ ഷീറ്റും അടുത്ത ട്രേയിലേക്ക് വെക്കും. അപ്പൊ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാ. എല്ലാം കൂടി കൂട്ടി വലിച്ചിട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റൂല്ലോ. അപ്പൊ അതുകൊണ്ട് ഓരോരുത്തർക്കൂടെ സെപ്പറേറ്റ് ചെയ്തിട്ട് ചെറിയ ട്രേയിലേക്ക് എടുത്തു വെക്കും. ഇനി അത് ട്രേയിലേക്ക് എടുത്തു വെച്ച് കഴിയുമ്പോഴോ ഫാർമസിസ്റ്റ് എന്ത് ചെയ്യും? അതൊന്നോടെ ക്രോസ് ചെക്ക് ചെയ്യും. ഇത് അവരെടുത്തു വെച്ചേക്കണ ശരിയല്ലേ? ഇനി എന്തെങ്കിലും മാറിപ്പോയിട്ടുണ്ടോ? മരുന്ന് 10 എണ്ണത്തിന് 10 എണ്ണം തന്നെയല്ലേ? ക്വാണ്ടിറ്റി കറക്റ്റ് അല്ലേ എന്നൊക്കെ. ഓക്കെ, അതെ. ഇവിടെ അപ്പത്തേക്കും അശ്വതി അത് കറക്റ്റ് ഇത് ഇട്ടേണ്ട് കേട്ടോ ഇതിന്റെ ഓർഡർ. ഓക്കെ, അടുത്തത് അപ്പൊ ട്രെയില് വന്ന സാധനം ആരാ? ഫാർമസിസ്റ്റ് എന്ത് ചെയ്യും? ആ ഓർഡർ ഷീറ്റ് എടുത്തിട്ട് ആ മരുന്ന് തന്നെയല്ലേ വെച്ചേക്കുന്നത് എന്നുള്ളത് അപ്പൊ അവരൊന്ന് ചെക്ക് ചെയ്യും. ഫാർമസിസ്റ്റ് ചെക്ക് ചെയ്യും. ഇനി ഫാർമസിസ്റ്റ് ചെക്ക് ചെയ്തതിന് ശേഷം എന്താ? ആഫ്റ്റർ വെരിഫൈങ് പ്രോപ്പർ ഡിസ്പെൻസിങ് ഫാർമസി എയ്ഡ് ബാഗ് അതെങ്ങോട്ട് എന്ത് ചെയ്യും? അത് പിന്നെ കവറിലേക്ക് ഇടും. നമുക്ക് സ്ലിപ്പ് അങ്ങനെ തന്നെയാ തന്നത്. കവറിൽ ഇട്ടിട്ടല്ലേ തന്നെ ഫാർമസി എയ്ഡ് ബാഗ്. അത് കവർ, നമ്മുടെ പേപ്പറിന്റെ കവറില്ലേ? പേപ്പർ കവറിലല്ലേ അവര് മരുന്ന് തന്നത്, ടാബ്ലറ്റ്സുകൾ തന്നെ. ആ കവറിൽ ആ ട്രേയിൽ നിന്ന് ആ സ്ലിപ്പ്, ആ മെഡിസിന്റെ ആ സ്ലിപ്പ് അത് ഇങ്ങോട്ട് ആ ഒരു കവറിലേക്ക് ഇടും. into the bag and stick the medication order along with it. അവിടെ എന്ത് ചെയ്യും? സ്റ്റിക്ക് ചെയ്യും. അപ്പൊ മരുന്നിന്റെ ഒപ്പം തന്നെ ഇപ്പൊ 3 ടാബ്ലറ്റിന്റെ 3 ടാബ്ലറ്റും ആ സ്ലിപ്പും കൂടി മെഡിക്കേഷൻ ഓർഡറും കൂടി ഒരുമിച്ച് സ്റ്റാപ്ലർ ചെയ്യും അവിടെ. ഓക്കെ, കവറിലേക്ക് ഇട്ടിട്ട് അത് സ്റ്റാപ്ലർ ചെയ്ത് വെക്കും. മെഡിക്കേഷൻ ഓർഡർ ഷീറ്റിന്റെ ഒപ്പം തന്നെ ഓരോ മെഡിസിൻസും അവര് കവറിലേക്ക് ഇടും. ഇനി
ലേബലിംഗ് ഈസ് ഓൾസോ ഡൺ ഇഫ് നെസസറി. ഇനി ലേബലിംഗ് വേണമെങ്കിൽ നമുക്ക് അവിടെ എന്താ നെസസറി ആണെങ്കിൽ, ആവശ്യമാണെങ്കിൽ ലേബലിംഗും ചെയ്യും. 1 വീതം 3 നേരം, ആഹാരത്തിന് മുൻപ്, ആഹാരത്തിന് ശേഷം, അങ്ങനെയൊക്കെ ആ ലേബൽ വേണം അല്ലെ. വെറുതെ ഒരു കവറിലിട്ട് തന്നാൽ നമുക്ക് അറിയാൻ പറ്റില്ല. മിക്ക ഹോസ്പിറ്റലുകളിലാണെങ്കിലും അവിടെ പ്രിന്റഡ് ആയിരിക്കും അല്ലെ. പ്രിന്റഡ് ഇല്ലേ? ആഹാരത്തിന് മുന്നേ ഒരു ബാറിടും. കുറിപ്പിൽ ഒട്ടിക്കും. ശരി ശരി അല്ലെ. ആഹാരത്തിന് മുന്നെന്ന് എഴുതിയിട്ട് ഒരു ബാറിടും, എന്നിട്ട് ആഹാരത്തിന് ശേഷം. അപ്പൊ നമുക്ക് ഏതാണ്? ഇപ്പൊ എനിക്ക് ആഹാരത്തിന് മുന്നേ കഴിക്കണമെങ്കിൽ ആഹാരത്തിന് മുമ്പ് എന്നുള്ളടത്ത് ടിക്ക് ഇട്ടിട്ട് മെച്ചത് വെട്ടിക്കളയും. അതാണ് ലേബലിംഗ് ആവശ്യമാണെങ്കിൽ നമുക്ക് അവിടെ ചെയ്യാം. ഓക്കെ, അപ്പൊ അതൊന്ന് കറക്റ്റ് ചെയ്യും. ഇപ്പൊ 1 വീതം 3 നേരത്തിലാണെങ്കിൽ ചെല്ലാം പ്രിന്റ് ചെയ്തപ്പോ 1 വീതം 3 ആണെങ്കിൽ 2 നേരം കഴിക്കുന്ന അവർ വെട്ടിക്കളയും. അപ്പൊ നമുക്കറിയാം 1 വീതം 2 നേരം കഴിച്ചാൽ മതി. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ലേബലിംഗ് ആവശ്യമുണ്ടെങ്കിൽ അത് അവര് ചെയ്യും അവിടെ കവറിലിട്ടിട്ട്. ഓക്കെ, കവറിലിട്ടിട്ട് ഈ ലേബലിംഗ് ആവശ്യമാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ലേബലിംഗും കൂടി അതിലേക്ക് ചെയ്യും. ഇനി അടുത്ത് എന്ത് ചെയ്യുന്നു? സബ്മിറ്റ് ദ മെഡിക്കേഷൻ പേഷ്യന്റ് വൈസ് ടു ദ നേഴ്സസ് അക്കൗണ്ടബിൾ ഇൻ ദ ഫ്ലോർ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ പേഷ്യന്റിന് അത് കൊടുക്കണമെങ്കിൽ ആ വാർഡില് അല്ലെങ്കിൽ അവിടെ ആ റൂമിന്റെ ഒക്കെ ഉത്തരവാദിത്തപ്പെട്ട ആ ഒരു ഫ്ലോറില് ഉത്തരവാദിത്തപ്പെട്ട നേഴ്സ് അവർക്ക് അത് സബ്മിറ്റ് ചെയ്യും, അവർക്ക് കൊടുക്കും. നേരെ പേഷ്യന്റിന്റെ കയ്യിലേക്ക് കൊടുക്കുകയല്ല, നേരെ ആർക്കാ കൊടുക്കുന്നേ? ഓരോ ഫ്ലോറിലും അതിന് ഉത്തരവാദിത്തപ്പെട്ട നേഴ്സ് അവർക്ക് അത് സബ്മിറ്റ് ചെയ്യും. ഫാർമസിന്ന് നേരെ ആ നേഴ്സിന്റെ കൈകളിലേക്കാണ് എത്തുന്നത്. നേഴ്സിന് അത് സബ്മിറ്റ് ചെയ്യും. ഓക്കെ, സബ്മിറ്റ് ദ മെഡിക്കേഷൻ patient wise to the nurses accountable in the floor. ആ ഉത്തരവാദിത്തപ്പെട്ട ആ ഫ്ലോറിൽ ഉത്തരവാദിത്തപ്പെട്ട നേഴ്സിന് എന്ത് ചെയ്യുന്നു? അത് സബ്മിറ്റ് ചെയ്യും. ഇനി ഓക്കെ, the nurses receive the medicine from pharmacy aid and check the quantity according to the requirements. അപ്പൊ നേഴ്സ് അത് വെറുതെ എടുത്തു വെക്കൂല. നേഴ്സ് എന്ത് ചെയ്യും? ഫാർമസിന്ന് മരുന്നുകൾ കൊടുത്താലും നേഴ്സ് എന്ത് ചെയ്യുന്നു? അത് വീണ്ടും ചെക്ക് ചെയ്യും. എന്താ അവര് ആവശ്യപ്പെട്ട അത്രയും മരുന്നില്ലേ, അത്രയും ക്വാണ്ടിറ്റിയില് മെഡിസിൻസ് ഇല്ലേ, എല്ലാം ഓക്കെ അല്ലേ എന്നുള്ളത് ആ നേഴ്സ് ഈ ഫാർമസിന്ന് മരുന്നുകൾ നേഴ്സിന്റെ കൈകളിലേക്ക് എത്തുമ്പോൾ തന്നെ ആ നേഴ്സ് ചെക്ക് ചെയ്യും. ഓക്കെ, the nurses receive the medicine from pharmacy. ഫാർമസിയിൽ നിന്ന് ആ മെഡിസിൻ റിസീവ് ചെയ്യുമ്പോൾ നേഴ്സ് അതിന്റെ ക്വാണ്ടിറ്റി എന്ത് ചെയ്യുന്നു? അത് ആവശ്യത്തിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്നുകൂടി ചെക്ക് ചെയ്യും. ഇനി എന്നിട്ട് എന്ത് ചെയ്യും? ഗിവ് ദ മെഡിക്കേഷൻ ടു ദ പേഷ്യൻസ്. എന്നിട്ട് ആ മരുന്ന് പേഷ്യൻസിന് ആ നേഴ്സ് കൊടുക്കും. ക്ലിയർ ആയോ? അത്രയും പ്രൊസീജിയർ ചെയ്തിട്ടാണ് ആ വാർഡിലുള്ള ആ ഒരു പേഷ്യന്റിന്റെ കൈകളിലേക്ക് ഈ മരുന്ന് എത്തുന്നത്. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മരുന്ന് ഇത്രയും സ്റ്റെപ്സുകൾ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? പേഷ്യന്റിന്റെ കൈകളിലേക്ക് എത്തുന്നത്. ക്ലിയർ ആയോ? ഒന്ന് പെട്ടെന്ന് പറയട്ടെ. നിങ്ങൾ ആ നോട്ട് ചെയ്ത് വെച്ചതൊന്ന് കറക്റ്റ് അല്ലേ എന്ന് നോക്കി. ഇത് മനസ്സിലാക്കേണ്ടതാണ് കേട്ടോ, മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ചിലപ്പോ കുഞ്ഞു കുഞ്ഞു എന്തെങ്കിലും ചോദിക്കാം. അപ്പൊ പ്രിസ്ക്രിപ്ഷൻ എഴുതുന്നത് ആരാണ് അവിടെ? ഫസ്റ്റ് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എഴുതി. ഡോക്ടർ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോ? നിങ്ങൾ നോട്ട് ചെയ്തെടുത്തോ? ആ നോട്ട് ചെയ്തത് ഒന്ന് നോക്കി, കറക്റ്റ് ആണോ നോട്ട് ചെയ്തേക്കണത്? ഡോക്ടർ ആദ്യം പ്രിസ്ക്രിപ്ഷൻ എഴുതി, നേഴ്സ് അത് ഇലക്ട്രോണിക് മെഷീന്റെ സഹായത്തോടു കൂടി ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് പകർത്തി. ഇനി ഫാർമസി ഡിപ്പാർട്ട്മെന്റില് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ഇത് എന്താക്കി മാറ്റും? പ്രിന്റഡ് ഫോമിലേക്ക് ഒരു മെഡിക്കേഷൻ ഓർഡർ ഷീറ്റ് ആക്കി മാറ്റും. അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് പ്രിന്റഡ് ഫോമിലേക്ക് മെഡിക്കേഷൻ ഓർഡർ ഷീറ്റ് ആക്കി മാറ്റും. ഇനി അത് ഡിസ്പെൻസേഴ്സ്, അത് വിതരണം ചെയ്യുന്നവര് എന്ത് ചെയ്യുന്നു? ഷെൽഫിൽ നിന്ന് ആ മെഡിസിൻസ് ഡിസ്പെൻസിങ് ടേബിളിലേക്ക് എടുത്തു വെക്കും. അപ്പൊ അവിടെ എന്തുണ്ടാവും? അതിന്റെ കൂടെ പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ ഷീറ്റിനൊപ്പം തന്നെ ആ മരുന്ന് ഡിസ്പെൻസിങ് ടേബിളിലേക്ക് എടുത്തു വെക്കും. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ എന്താ? ഈ മെഡിസിൻസ് എന്താക്കി മാറ്റും?
അത് നേരെ ഒരു കാട്ട് എന്ന് പറഞ്ഞത് ട്രേ. ആ മെഡിസിൻസ് എന്താ ഒരു ട്രേയിലേക്ക് എടുത്തു വെക്കും. മെഡിക്കേഷൻ ഓർഡർ ഷീറ്റ് ഉണ്ടാവും. ആ ഓരോ പേഷ്യന്റിന്റെയും തിരിച്ച് അവർ ഒരു ട്രേയിലേക്ക് മെഡിക്കേഷൻ ഓർഡർ ഷീറ്റും ആ മരുന്നുകളും ഓരോ പേഷ്യന്റിന്റെയും ഒരു ട്രേയിലേക്ക് തിരിച്ചെടുത്ത് വെക്കും. എന്നിട്ട് അപ്പൊ ട്രേയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ട്രേയിൽ മെഡിക്കേഷൻ ഉണ്ടാവും, ഓർഡർ ഷീറ്റും ഉണ്ടാവും. അപ്പൊ അത് എന്ത് ചെയ്യുന്നു, ഫാർമസിസ്റ്റ് ആ ഇത് ഓർഡർ ഷീറ്റ് വെച്ചിട്ട് മരുന്നുകൾ എടുത്തു വെച്ചത് കറക്റ്റ് അല്ലേ എന്നുള്ളത് ഫാർമസിസ്റ്റ് ചെക്ക് ചെയ്യും. ഇനി ഫാർമസിസ്റ്റ് ചെക്ക് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുന്നു, അത് നേരെ ബാഗിലേക്ക് ആക്കും അല്ലെ, ഓരോ കവറിലേക്ക് ആക്കും. അത് മെഡിക്കേഷൻ ഓർഡർ ഷീറ്റ് അതിന്റെ ഒപ്പം തന്നെ സ്റ്റിക്ക് ചെയ്ത് വെക്കും. ഇനി ആ കവറില് ലേബലിംഗ് ആവശ്യമാണെങ്കിൽ അപ്പോൾ ലേബലിംഗ് ചെയ്യും. 1 വീതം 3 നേരം ആഹാരത്തിന് ശേഷം അങ്ങനെയൊക്കെ ലേബലിംഗ് ചെയ്യും. എന്നിട്ട് ലേബൽ ചെയ്തതിനു ശേഷം അത് ഓരോ ഫ്ലോറിലും ഉത്തരവാദിത്തപ്പെട്ട ആ നേഴ്സിന് അത് സബ്മിറ്റ് ചെയ്യും. ഇനി നേഴ്സിന്റെ കയ്യിൽ അത് കിട്ടുമ്പോൾ നേഴ്സ് വീണ്ടും ചെക്ക് ചെയ്യും, നമ്മൾ ആവശ്യപ്പെട്ട ആ രീതിയിൽ അത്രയും ക്വാണ്ടിറ്റിയിൽ മരുന്നില്ലേ എന്നുള്ളത് നേഴ്സ് ഒന്നുകൂടി ചെക്ക് ചെയ്യും. നേഴ്സ് ചെക്ക് ചെയ്ത് ഓക്കെ ആയതിനു ശേഷം അത് നേഴ്സ് എന്ത് ചെയ്യുന്നു, ഓരോ പേഷ്യന്റ് വൈസ് പേഷ്യന്റിന്റെ കൈകളിലേക്ക് കൊടുക്കും. ഓക്കെ, ഗിവ് ദ മെഡിക്കേഷൻ ടു ദ പേഷ്യന്റ്. ഈ ഒരു കുഞ്ഞു കാര്യം കൂടെ ഉള്ളൂ. ഈ 6 പോയിന്റ്, ഈ 6 പോയിന്റും നോട്ട് ചെയ്തിടുക. ഇത് എക്സാമിന് ചോദിക്കും. നോക്കിയേ, ചെക്ക് ബിഫോർ മേക്കിംഗ് ഇന്റന്റ് ഫോർ പേഷ്യന്റ് ഇൻ HIS. ഇന്റന്റ് അതായത് നമ്മള് ഇനി ചില പേഷ്യൻസിന് നമുക്ക് റിക്വസ്റ്റ്, ഓക്കെ വെരി ഗുഡ്, റിക്വസ്റ്റ് അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മള് ഈ പേഷ്യന്റിനെ നമ്മള് ഈ കേസ് സ്റ്റഡിക്കൊക്കെ വേണ്ടിയിട്ട് ഈ റിപ്പോർട്ട് ഈ ഓർഡർ ഇത് കൊടുക്കണമെങ്കിൽ പേഷ്യന്റിന് കേസ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഇതിന്റെ കോപ്പി ആ മരുന്നിന്റെ ഒക്കെ ഒരു കോപ്പി പ്രൊവൈഡ് ചെയ്യുന്നെങ്കിലും കോപ്പി ഓഫ് കേസ് റിപ്പോർട്ട് ടു ദ പേഷ്യന്റിന് ഇതിന്റെ ഒരു കോപ്പി നമുക്ക് കൊടുക്കണമെങ്കിൽ അപ്പോൾ നേഴ്സ് ഇത് വീണ്ടും ചെക്ക് ചെയ്യും, ഒന്നുകൂടി ചെക്ക് ചെയ്യും കേട്ടോ. അത് എക്സാമിന് ചോദിക്കാറുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷുഡ് ബി ചെക്ക്ഡ് ബിഫോർ മേക്കിംഗ് ഇന്റന്റ്. ഇന്റന്റ് തയ്യാറാക്കുന്നതിന് മുന്നേ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കിയത് എക്സാമിന് ചോദിക്കാറുണ്ട്. അവിടെ ഇമ്പോർട്ടന്റ് എന്ന് നോട്ട് ചെയ്തിടാം കേട്ടോ. Check before making intent for patient in HIS. Intent ചെക്ക് ചെയ്യുന്നതിന് ഇന്റന്റ് തയ്യാറാക്കുന്നതിന് മുന്നേ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. പേഷ്യന്റ് ID നമ്പർ, പേഷ്യന്റിന്റെ ID നമ്പർ നോക്കും. എല്ലാ പേഷ്യന്റ് MRD ഇല്ലേ, നമ്പർ ഇല്ലേ, ഒരു നമ്പറാണ്. ആ നമ്പർ അടിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മുടെ പേര് വന്നത് അല്ലെ. എല്ലാവർക്കും നമ്പർ ഇല്ലേ, ആ കാർഡിന് ഒരു നമ്പർ ഇല്ലേ, അത് പേഷ്യന്റിന്റെ ID നമ്പർ കറക്റ്റ് അല്ലേ. പേഷ്യന്റ് ബെഡ് നമ്പർ, പേഷ്യന്റിന്റെ ബെഡ് നമ്പർ കറക്റ്റ് അല്ലേ. പേഷ്യന്റ് നെയിം നോക്കും. ഡോസ് ആൻഡ് ഡോസേജ് ഫ്രം റിട്ടേൺ ഇൻ പ്രിസ്ക്രിപ്ഷൻ, പ്രിസ്ക്രിപ്ഷനിൽ എഴുതിയ ഡോസ് ആ ഡോസേജ് അത് കറക്റ്റ് അല്ലേ, അത് നോക്കും. ആ കറക്റ്റ് ഇത് തന്നെയാണോ, ഡോസ് ആൻഡ് ഡോസേജ് ഫ്രം റിട്ടേൺ പ്രിസ്ക്രിപ്ഷനിൽ എഴുതിയ ഡോസേജ് അല്ലേ. ദെൻ സ്റ്റോർ ഇൻ അഡ്വാൻസ് മെഡിസിൻ ഇൻ പേഷ്യന്റ് ക്യാബിനറ്റ്, പേഷ്യന്റിന്റെ ക്യാബിനറ്റില് ഇത് അഡ്വാൻസ് ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടോ, പേഷ്യന്റിന്റെ ക്യാബിനറ്റില് മുൻകൂട്ടി മരുന്നുണ്ടോ. അപ്പൊ അവർക്ക് ഓൾറെഡി എന്താ ആ മരുന്നുകൾ ഇത്രയും അവർക്ക് ആ റെക്കോർഡിലേക്ക് ഇട്ടാവും, ഇത്രയും ഓൾറെഡി പേഷ്യന്റിന്റെ കയ്യിലുണ്ട്, ഇനി ബാലൻസ് അവിടെ മതി അല്ലെ, ആ പ്രിസ്ക്രിപ്ഷൻ ചെയ്തതിന്റെ ബാലൻസ് മതി. അപ്പൊ അതിന്റെയൊക്കെ ഒരു കൃത്യമായിട്ടുള്ള കണക്ക് വേണം. പേഷ്യന്റിന്റെ ക്യാബിനറ്റില് മുൻകൂട്ടി മരുന്ന് സൂക്ഷിക്കാം. ലാസ്റ്റ് ഇന്റന്റ് റിസീവ് പേപ്പർ, ആ ഓർഡർ റിക്വസ്റ്റ് റിസീവ് ചെയ്ത പേപ്പർ, അത് ലാസ്റ്റ് ഇന്റന്റ് റിസീവ് പേപ്പർ. അപ്പൊ ഇത്രയും കാര്യങ്ങള് ഒന്നുകൂടി ചെക്ക് ചെയ്യണം. ഓക്കെ, അതൊന്ന് പോയിന്റ് ഇട്ട് ഒന്ന് ടിക്ക് ഇട്ട് വെച്ചോ കേട്ടോ. അത് പേഷ്യന്റിന് ആ കേസ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഇതിന്റെ കോപ്പി കൊടുക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്യണം. പേഷ്യന്റ് ID നമ്പർ, പേഷ്യന്റ് ബെഡ് നമ്പർ, patient name, dose and dosage from written in prescription, then store in advance medicine in patient cabinet, last intent receive paper, intent receive ചെയ്ത പേപ്പർ. ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്യും. ഓക്കെ,
ഇത്രയാണ് ആ ഒരു സെക്ഷനിൽ വരുന്നത്. ഇനി ഇതുപോലെ ഫിനാൻസ് ആണ്. പെട്ടെന്ന് പറയാം, കുഞ്ഞു കാര്യം. ഫിനാൻസ് മെയിൻ ആയിട്ട് ഹോസ്പിറ്റൽ ഫാർമസിയില് എവിടെന്നാ ഫിനാൻസ് തന്നെ? വരുമാനം എവിടെന്നാ ഫാർമസിയില് എവിടെന്നാ ഒരു വരുമാനം വന്നെ? പേഷ്യന്റ് അല്ലെ, പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് അല്ലെ. നമ്മള് മരുന്ന് കൊടുക്കുമ്പോൾ അത് പേഷ്യന്റ് നമ്മൾ പൈസ കൊടുക്കും അല്ലെ, പേഷ്യന്റ് കൈകളിൽ നിന്നാണ്. പ്രൈമറി സോഴ്സ് ചാർജ് കോഡ് ഫ്രം ദ പേഷ്യന്റ്. അപ്പൊ പ്രൈമറി സോഴ്സ് ഏതാ? ഫിനാൻസിന്റെ, ഫാർമസിയിലെ ഫിനാൻസിന്റെ പ്രൈമറി സോഴ്സ് എവിടെന്നാണ്? ചാർജ് കോഡ് ഫ്രം ദ പേഷ്യന്റ്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ സെയിം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഒന്ന് നോട്ട് ചെയ്തിട്ടെ. പ്രൈമറി സോഴ്സ്, പ്രധാന ഉറവിടം, ഫിനാൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉറവിടം എവിടെന്നാ? ചാർജ് കോഡ് ഫ്രം ദ പേഷ്യന്റ്, പേഷ്യന്റിന്റെ കൈകളിൽ നിന്ന് കിട്ടുന്ന ചാർജ്. നോക്കിയ രണ്ടാമത്തെ പോയിന്റ് എന്താ? ചാർജസ് കോഡ് ബൈ ദ പേഷ്യന്റ് ആർ ഐദർ ഫുള്ളി പെയ്ഡ് ബൈ ഹിംസെൽഫ് ഓർ ഫ്രം ദ തേർഡ് പാർട്ടി. ചാർജ് കോഡ് ഫ്രം ദ പേഷ്യന്റ് ആർ ഐദർ ഫുള്ളി, നമ്മുടെ കയ്യിൽ നേരെ ക്യാഷ് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നേരെ പേ ചെയ്യാം അല്ലെ, പെയ്ഡ് ബൈ ഹിംസെൽഫ്, നേരിട്ട് നമുക്ക് പൈസ അടയ്ക്കാം. അല്ലെങ്കിലോ ഇനി ഇൻഷുറൻസ്, തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതാരാ? ഇൻഷുറൻസ് അവരത് സെറ്റ് ചെയ്തോളും അല്ലെ. അപ്പൊ നമ്മൾ കയ്യിൽ പൈസ കൊടുക്കണ്ട. ക്ലെയിമോ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അവരത് അഫോർഡ് ചെയ്തോളും. അപ്പൊ ഒന്നില്ലെങ്കിൽ നമുക്ക് പേഷ്യന്റിന് നേരിട്ട് അടയ്ക്കാം, ഓർ ഫ്രം ദ തേർഡ് പാർട്ടി അതായത് ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അവര് അടയ്ക്കും. ഇനി മൂന്നാമത്തെ റിസർച്ച് വർക്ക്, അതായത് നമ്മുടെ ലാബില് റിസർച്ചിനായിട്ട് ഡോക്ടേഴ്സോ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ റിസർച്ചിന് പുറമേ നിന്നുള്ള ആളുകൾ വരുമ്പോൾ നമ്മുടെ ഫാർമസിയിലെ ലാബിലുള്ള സാധനങ്ങളൊക്കെ അവർ ഉപയോഗിക്കണല്ലേ റിസർച്ചിന്റെ ഭാഗമായിട്ട്. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു ചെറിയ എമൗണ്ട് അവരിൽ നിന്ന് വാങ്ങാം അല്ലെ. നമ്മുടെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടല്ലേ അവര് റിസർച്ച് വർക്ക് ചെയ്യലേ. അപ്പൊ അതിന് അങ്ങനെ ഒരു ഫണ്ട്, അപ്പൊ നമുക്ക് അങ്ങനെ ആ ഫാർമസിയിലേക്ക് വരുമാനം കിട്ടും. റിസർച്ച് വർക്ക് കിട്ടിയോ? തേർഡ് പോയിന്റ് കിട്ടിയോ? റിസർച്ച് വർക്ക്. അപ്പൊ റിസർച്ച് എന്തെങ്കിലും ഇപ്പൊ ചെയ്യാണ്, പുറമെ ആരെങ്കിലൊക്കെ വന്ന് അവിടെ റിസർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലാബിലുള്ള സാധനങ്ങളൊക്കെ അവർ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു നമുക്കൊരു പൈസ നമുക്ക് ഇത്ര രൂപ എന്നുള്ള രീതിയിൽ നമുക്ക് അവരിൽ നിന്ന് വാങ്ങാം. അപ്പൊ ആ ഒരു സോഴ്സ് അതും ഫിനാൻസിന്റെ ഒരു സോഴ്സ് ആണ്. ഓക്കെ, റിസർച്ച് വർക്ക്. ബാക്കിയൊക്കെ നമുക്കെന്നാ അടുത്തത് നോക്കാം കേട്ടോ. അപ്പൊ മൂന്നെണ്ണമാണ് ഫിനാൻസ് പറഞ്ഞത്. പ്രധാനപ്പെട്ട എങ്ങനെയാ? പ്രധാനമായിട്ട് പേഷ്യന്റിന്റെ കൈകളിൽ നിന്നാണ് ആ ഫിനാൻസ്. പ്രൈമറി സോഴ്സ് ചാർജ് കോഡ് ഫ്രം ദ പേഷ്യന്റ്. ഇനി നമുക്ക് അടുത്തത് ഒന്നില്ലെങ്കിൽ നേരെ നമുക്ക് പേ ചെയ്യാം ബൈ ഹിംസെൽഫ്, ഫുള്ളി പെയ്ഡ് ബൈ ഹിംസെൽഫ്, നേരെ ഫുൾ എമൗണ്ട് നമുക്ക് അടയ്ക്കാം, അല്ലെങ്കിൽ ഇൻഷുറൻസ് വഴി അവിടെ അടയ്ക്കാം. പിന്നെ മൂന്നാമത്തെ റിസർച്ച് വർക്ക്, റിസർച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അപ്പൊ അതിന് നമ്മുടെ ഇത് ലാഭം ഉപയോഗിക്കുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് കുറച്ച് പൈസ അവരിൽ നിന്ന് വാങ്ങാം. അപ്പൊ അങ്ങനെ ഒരു ഫിനാൻസ് ആണ്. ഓക്കെ, ബാക്കിയൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, ബൈ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.